Hallelujah. Hallelujah. Praise the Lord. Praise the Lord. കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. The Lord is in our midst. Amen. Amen. ആ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. We are seeing the miracles of God. നമ്മൾ ഇവിടെ ആരാധിക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് വ്യക്തികൾ നൂറുകണക്കിന് ഭാഷകളിൽ വിവിധ രാജ്യങ്ങളിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. When we worship, there are hundreds of people in hundreds of languages worshiping all over the world. ഇത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്ഭുതം തോന്നുകയാണ്. If we start thinking about it, that itself is a miracle. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്ത വ്യക്തികൾ ഇംഗ്ലീഷ് പഠിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നു. There are people who do not know English, they learn English, worship in English. അറബ് അറിയുവാൻ കഴിയാത്തവർ അറബ് പഠിച്ചു ദൈവത്തെ ആരാധിക്കുന്നു. Those who do not know the language of Arab learn it and worship God. സംസാരിക്കാത്ത വ്യക്തികൾ സംസാരിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. Those who cannot talk begin to talk and worship God. ആരാധിക്കുന്നിടത്തോ യേശുവിന്റെ അത്ഭുതങ്ങൾ നടക്കുന്നു. Where worship takes place, miracles take place. യേശു ഇറങ്ങി വരുമ്പോൾ അതവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. When Jesus comes in the Holy Ghost, things begin to happen. ഇന്ന് രാത്രിയിലും അത് ഇവിടെ സംഭവിക്കാൻ പോകുകയാണ്. Tonight also it is going to happen. യേശു വരുന്നിടത്തൊക്കെ അതിശയങ്ങളാണ്. Wherever Jesus comes, there are miracles. യേശു വരുന്നിടത്ത് മുടന്തന്മാർ ചാടുന്നു. Where Jesus comes, the lame begin to walk. യേശു വരുന്നിടത്ത് അതിശയങ്ങൾ സംഭവിക്കുന്നു. Where Jesus comes, miracles take place. യേശു വരുന്നിടത്ത് പിശാച് തെറിക്കുന്നു. Where Jesus comes, Satan moves away. അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ, Those who believe that a miracle will take place, കരങ്ങളെ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. clap our hands and give glory to God. ആരും തന്നെ നിർത്തരുത്. കരങ്ങളെ അടിച്ചു കർത്താവിനെ ആരാധിച്ചാട്ടെ. Oh, let us put our hands together and worship എല്ലാവരും the ഒരുമിച്ച് Lord. കരങ്ങളെ അടിച്ചു ദൈവത്തെ ആരാധിച്ചാട്ടെ. എല്ലാവരും കലങ്ങൾ നടത്തണം. എല്ലാവരും ആർക്കെങ്കിലും എഴുന്നേറ്റ് നിന്ന് ആരാധിക്കണമോ? എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊള്ളുക. ആർക്കെങ്കിലും എഴുന്നേറ്റ് നിന്ന് യേശുവിനെ മഹത്വപ്പെടുത്തണമോ? എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചുകൊള്ളുക. ദൈവാത്മാവ് നിങ്ങൾക്ക് എങ്ങനെ പ്രേരണ തരുന്നു അതുപോലെ ദൈവത്തെ സ്തുതിച്ചുകൊള്ളുക. യേശുവിന്റെ നാമത്തിന് മഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തെ വെളിപ്പെടട്ടെ. അത് നമ്മളിലാണ് വെളിപ്പെടുന്നത്. Let the name of Jesus be അത് revealed. നമ്മളിലാണ് വെളിപ്പെടുത്തുന്നത്. The name of Jesus must be യേശുവിന്റെ revealed in us. നാമം മൃഗങ്ങളിലല്ല വെളിപ്പെടുന്നത്. The name of Jesus is not revealed in animals. യേശുവിന്റെ നാമം വെളിപ്പെടുന്ന നമ്മളിൽ അത്ര. It is in us that the name of Jesus is യേശുവിന്റെ revealed. നാമം നമ്മളിൽ വെളിപ്പെടാൻ പോകുകയാണ്. The name of Jesus is being revealed in us. ആ നാമത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. It is in that name that we are here. ആ നാമത്തിന് ചലിപ്പിക്കാൻ കഴിയും. That name can make us to talk. ആ നാമത്തിന് നടക്കാതിരിക്കുന്നത് നടത്തുവാൻ കഴിയും. That name can make us to walk. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. Amen. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് പ്രവർത്തിക്കാൻ ഞാൻ കാണുകയാണ്. I see the great presence of God walking here. Thank you, Jesus. എനിക്ക് വളരെ സന്തോഷമുണ്ട്. I'm so happy കാരണം because തണുപ്പത്തും പ്രസംഗിക്കാൻ കർത്താവ് തരുന്ന കൃപ. Hallelujah. The grace God gives me to preach even in such winter. എനിക്ക് തണുപ്പൊട്ടും പറ്റത്തില്ല. It's very difficult for me. Winter is very difficult for me. പക്ഷെ കർത്താവ് നിർത്തുന്ന ഓർത്ത് ഞാൻ അതിശയിച്ചു But പോകുന്നു. thank God for His grace. ഇതിൽ അനേകർ എന്നെ ഓർത്ത് ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Many people now are praying back in India. ഇതിനകത്തുള്ള ദൈവമക്കൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Those of you who are here are praying for me. ഈ ടെലിവിഷനിലൂടെ കാണുന്നവരൊക്കെ എന്നെ ഓർത്ത് Those who are പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. watching through the internet are praying for me. സൂസൻ ദേവദാസിയുടെ പ്രയർ ലൈനുള്ള അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Many people in Sister Susan's prayer line are praying for me. മറ്റു പ്രാർത്ഥന ദൈവമക്കൾ എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. Other people of God are praying for me. ഒറ്റ വാക്കിൽ എല്ലാവർക്കും എന്റെ സ്നേഹ വന്ദനം ഞാൻ അറിയിക്കുകയാണ്. In one word, my love greetings to all of you. ഹല്ലേലൂയ. Hallelujah. വാസ്തവത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. Very happy. ഞാൻ പ്രയർ ലൈനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കപ്പെടുമ്പോൾ When I was teaching in the prayer line, അനേക വ്യക്തികൾ എന്നോട് വളരെ സ്നേഹത്തോടെ വിളിച്ച് ആമേൻ കാര്യങ്ങൾ പറയാനുണ്ട്. many people call me and ask me for the word of God. എനിക്ക് അവരെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. And I also had a desire to see them face to face. അവർക്ക് എന്നെ കാണാനും ആഗ്രഹം They ഉണ്ടായിരുന്നു. also desired to see me. ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ But when we saw each other, അതിശയിച്ച് നിൽക്കുക. everybody is surprised. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ദൈവം അതിശയത്തിന്റെ ദൈവമത്രേ. Our God is a God of wonders. പരിശുദ്ധാത്മാവിൽ ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു. In the Holy Ghost, I say, ഈ നിലയിൽ ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ when God has kept me like this in this place, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. I believe with all my heart ആത്മാവ് നിങ്ങളോട് പറയുന്ന ദൂതുകൾ സംഭവിക്കും.
the things that the Holy Spirit tells you will come to pass. ആത്മാവ് നിങ്ങളെ തൊട്ടു പറയുന്ന വചനങ്ങൾ സംഭവിക്കും. Whatever the Holy Spirit tells you in the word will come to pass. അവന്റെ വായിൽ നിന്നും വചനം വെറുതെ പുറപ്പെടത്തില്ല. The word will not come out of his mouth just like that. അവൻ കൽപ്പിച്ചാൽ അങ്ങനെ സംഭവിക്കും. If he says it is so. ഞാൻ ഈ പറയുന്ന ദൈവ വചനങ്ങൾ നിങ്ങൾ അങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. You must believe that the words given by the Holy Spirit will come to pass. കാര്യങ്ങളെ നടത്തി തരുന്നത് ദൈവത്തിന്റെ വചനമത്രേ. It's the word of God that makes things to happen. നടക്കാതിരിക്കുന്നതിനെ നടത്തുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit makes things to happen. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ ശക്തിക്കോ നടത്താൻ കഴിയാത്തത് നടത്തുന്ന ആത്മാവാ പരിശുദ്ധാത്മാവ്. The Holy Spirit is able to do things beyond what we can do. അത് നീ കൈയടിക്കുമ്പോൾ തന്നെ വിശ്വസിക്കണം അതവിടെ നടക്കുകയാണ്. When you put your hands together, something is happening in the heavenly realm. ആ വചനം നീ കേൾക്കുമ്പോൾ നീ വിശ്വസിക്കണം അവിടെ അത് നടന്നുകൊണ്ടിരിക്കുന്നു. When you listen to the word of God, it is happening already. ഇന്ന് രാത്രി ഞാൻ പരിശുദ്ധാത്മാവിൽ ശക്തമായി വിളിച്ചു പറയുന്നു. Tonight in the Holy Ghost I tell you. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ വിദൂരങ്ങൾ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. When we sit here, we are going to make lot of waves all over the world. നമ്മൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. When we worship God, problems begin to go away. നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണെങ്കിൽ ഇനി കടൽക്ഷോഭം ഉണ്ടാകത്തില്ല. When we keep on worshiping God, problems will not come. ഇനി നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അതിരിന്റെ അകത്ത് പിശാച് കടക്കത്തില്ല. No more will Satan get into our territory when we continue to worship God. നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. God has separated us to worship Him and praise Him. സ്വർഗ്ഗരാജ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ആരാധന മാത്രമാണ്. Oh, when you go to heaven, there is only worship. ഇവിടെ ആരാധിക്കാത്ത വ്യക്തിക്ക് അവിടെ പോകാൻ കഴിയത്തില്ല. Very difficult for a person to go there who will not worship here. ഇവിടെ നമ്മെ ആരാധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് നമ്മുടെ മേൽ ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. The Holy Spirit must work in us strongly, making us to worship God. ആത്മാവുള്ളവർ കടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. Those who have the Holy Spirit cannot be quiet. വചനം കേൾക്കുന്നവർ കടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. Those who listen to the word of God cannot be silent. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കപ്പെടുമ്പോൾ When the question is asked, will these skeletons live? എഗസ്കേൽ പറയുന്നു ദൈവമേ നീ അത് അറിയുന്നു. Ezekiel says, Lord, you know. സ്വർഗ്ഗത്തിലെ ദൈവം എഗസ്കേലിനെ പറയുന്നു നീ അതിനെ നോക്കി പ്രവചിക്കുക. God says to Ezekiel, look at the bones and prophesy. ഇന്ന് രാത്രി നിങ്ങളുടെ വിഷയങ്ങൾ അസ്ഥിയായാൽ അത് ഒരു വലിയ സൈന്യമായി മാറപ്പെടാൻ പോകുകയാണ്. Tonight, if your problem is a skeleton, it is going to become a big army. അത് ജീവിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണം ജീവിക്കുമെന്ന് പറയണം. You must speak to your problems and say, it will come alive for the glory of God. അത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ വചനത്താൽ നടക്കുമെന്ന് പറയണം. You must say, by the word, it will happen. കാരണം നടത്താത്ത ഇടത്തും ഇറങ്ങുന്ന വചനമാണ് ദൈവത്തിന്റെ വചനം. The word of God will come to places where things look impossible. ദാനിയേൽ സിംഹത്തിന്റെ കുഴിക്കകത്ത് കിടക്കുമ്പോൾ എല്ലാം തീർന്നെന്ന് അവന്റെ ശത്രുക്കൾ പറഞ്ഞത്. The enemies of Daniel said everything is finished in the den. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു നടക്കുന്നത് അവന്റെ ശത്രുക്കൾ അറിയുന്നില്ല. But what was happening, his enemies did not know. I say this in the Holy Ghost. ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് സിംഹത്തിന് വായ അടയ്ക്കാൻ പോകാൻ ദൈവം. Tonight we say the mouth of Elisha is Amen, amen. Yes. നിന്റെ നേരെ അലറി വരുന്ന വ്യക്തികൾ, people who jump and shout at you, നിന്റെ നേരെ ചാടി വരുന്ന വ്യക്തികൾ, people who shout against you, വാചനത്താൽ നിൽക്കാൻ പോകുകയാ. they're going to stop. നീ വിശ്വസിക്കുന്നുവെങ്കിൽ If you believe, ദൈവത്തിന് മഹത്വം കൊടുക്കുക. give glory to God. നീ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ When you give glory to God, വനത്തിലെ രാജാവായ സിംഹം പോലും വായടയ്ക്കുന്നു. even the king of the forest will shut up. വനത്തിലെ രാജാവെന്ന് പറഞ്ഞ സിംഹത്തിന്റെ വാ ദൈവം അടച്ചെങ്കിൽ, If God can shut the mouth of the lion, നിന്റെ നേരെ അലറി വരുന്ന പ്രശ്നങ്ങൾ വാ അടയ്ക്കാൻ പോകുകയാ. every problem against you is also going to shut up. ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു. I tell you in the Holy Ghost. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു. I say in the Holy Ghost. നീ ദൈവത്തെ ആരാധിക്കേണ്ട വ്യക്തിയാ. You are a person to worship God. നിന്റെ വായ അടയ്ക്കാൻ ആർക്കും സാധ്യമല്ല. Hallelujah. Nobody can shut your mouth. കാരണം നീ സ്തോത്രം പറയാൻ ദൈവം നിന്നെ വേർതിരിച്ചിരിക്കുന്നു. God has separated you to say സ്തോത്രം. ദൈവം നിന്നെ വേർതിരിച്ചിരിക്കുകയാണ്. God has separated you. അടിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ദൈവം നിന്നെ വിളിച്ചെടുത്തത്. God has not called you with things that is perishable. ക്രിസ്തു എന്ന നിർദോഷവും കുഞ്ഞാട്ടിന്റെ വിലയേറിയ രക്തത്തിൽ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. God has called us by the blood of Christ and Christ himself. യേശുവിന്റെ രക്തത്തെ തിരിച്ചറിയുന്ന ദൈവവേദനേ.
Oh, child of God, who can know the blood of Jesus? പ്രശ്നത്തെ നോക്കിക്കൊണ്ട് പറയണം, യേശുവിന്റെ രക്തത്തിന്റെ വില ഇവിടെ തെളിയും. Look at the problem and say, the blood of Jesus will be manifested. നിങ്ങൾ ഉറപ്പിച്ചു പറയണം. You should say it. യേശുവിന്റെ രക്തത്തിന്റെ വില ഈ ആണ്ടിൽ അറിയാൻ പോകുകയാ. In this year, you will know the value of the blood of Jesus. നിങ്ങൾക്ക് അത് ആവശ്യമായിരിക്കുകയാണ്. It has come. You have come a need in your life. യേശു അത് ചെയ്യുമെന്ന് ദൈവാത്മാവിന്റെ ആലോചന. The Holy Spirit tells me Jesus will do it. ഹല്ലേലൂയ. Hallelujah. Glory. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ഭയങ്കരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. The Holy Spirit working is happening powerfully. അനേക രാജ്യങ്ങളിൽ ഉണർവ് പൊട്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Amen. In many countries, the revival is beginning. ആരാധിക്കാത്ത വ്യക്തികൾ ആരാധിച്ചു തുടങ്ങുന്നു. Those who are not worshiping are worshiping. സ്നാനപ്പെടാത്ത വ്യക്തികൾ സ്നാനപ്പെടുന്നു. Those who are not baptizing are baptizing. അത്ഭുതങ്ങളും അടയാളങ്ങളും അനേക സ്ഥലങ്ങളിൽ സംഭവിക്കുന്നു. Miracles are taking place all over the world. ഇന്ന് രാത്രി നീയും വിശ്വസിക്കണം, എന്റെ വീട്ടിലും അത്ഭുതം നടക്കുന്നു. Tonight you also believe something will happen in my family. ആ വീട്ടിലെ സാക്ഷ്യം നീ പറയാൻ നിൽക്കണ്ട. Don't wait to say somebody else's testimony. നിന്റെ സാക്ഷ്യം പറയാൻ നീ എഴുന്നേറ്റോ. You are getting ready to speak your own testimony. നിനക്കൊരു പുതിയ സാക്ഷ്യം ദൈവം തരാൻ പോകുകയാണ്. God is going to give you a new testimony. നീ ഒരു പുതിയ പാട്ട് പാടാൻ You പോകുകയാണ്. are going to sing a new song. ഈ പാട്ട് തരുന്ന സ്വർഗ്ഗത്തിലെ ദൈവമാ. Oh, it is God who gives you the new song. അതാണ് അനുഭവത്തിന്റെ പാട്ട്. That is a song of അത് experience. ജയത്തിന്റെ പാട്ടത്രേ. It's a song of victory. അതൊരു വിടുതലിന്റെ പാട്ടത്രേ. That is a big song. അതൊരു ആനന്ദത്തിന്റെ It's പാട്ടത്രേ. a song of joy. നിന്റെ വാ കൊണ്ട് പാടുവാൻ ഒരുങ്ങിക്കോ. Get ready to sing with your mouth. നീ സ്തോത്രം പറയാൻ ഒരുങ്ങിക്കോ. Get ready to say a big stotram. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ദൈവം. Hallelujah. God who prepares a table in the presence of your enemy. നിനക്ക് ശത്രു ഉണ്ടെങ്കിൽ മേശ ഉറപ്പാ. If you have an enemy, a table is sure. മേശ ഉണ്ട് എന്നതിന്റെ അടയാളമായ ശത്രുക്കൾ. Because you have a table, it's a mark. The enemy is a mark. നിന്റെ മുമ്പിൽ ഇരിക്കുന്ന മേശയുടെ മുമ്പിൽ ദൈവം നന്മകൾ ഒരുക്കി കഴിഞ്ഞു. God has already prepared something good for you in the presence of your enemy. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Those who understand say hallelujah. Glory. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless you all. എന്റെ സഭയിൽ വന്ന ഒരു അപ്പച്ചൻ ഇങ്ങനെ ഒരു അനുഭവസാക്ഷ്യം പറഞ്ഞു. An appachan in my church said like this. അദ്ദേഹത്തിന് ഏകദേശം 85 വയസ്സുണ്ട്. He's about 85 years old. ഞാൻ അദ്ദേഹത്തിന്റെ ചർച്ചിൽ ഒരു മീറ്റിംഗിന് പോയപ്പോൾ When I went for a meeting in his church, ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, I looked at him and prophesied. നിങ്ങൾ ഒരിക്കലും മരുന്നിന് അടിമയാകരുതെന്ന് പറഞ്ഞു. You should never be addicted to medicine. Amen. അദ്ദേഹം മരുന്ന് കഴിക്കത്തില്ലെന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു. He had decided that he would not take medicine. വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടില്ല. After many years, he never used medicine. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാസ്റ്ററിനോട് പറഞ്ഞു, After the meeting, the pastor said, ഞാൻ ഇതുവരെയും അത് എടുത്തിട്ടില്ല. I have not used medicine so far. കാരണം ഞാനും ദൈവവുമായിട്ട് ചെയ്ത ഉടമ്പടിയാണ്. It is a covenant between me and God. അദ്ദേഹത്തിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. I was surprised when I heard his testimony. അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ വഴിയിൽ വെച്ചൊരു പാമ്പ് തന്നെ കടിച്ചു. Oh, when he was traveling, a serpent bit him on the way. താൻ ഒരു കറുത്ത കളർ പോലെ ആയിത്തീർന്നു. He became like a black color. എല്ലാവരും പറഞ്ഞു തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. Everybody said take him to the hospital. അദ്ദേഹം പറഞ്ഞു എന്നെ കൊണ്ടുപോകണ്ട. He said no, take me. യേശു എന്നെ സൗഖ്യമാക്കും. Jesus will heal me. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ After some days, അദ്ദേഹം എഴുന്നേറ്റു. he stood up. ചില മാസങ്ങൾ കഴിഞ്ഞ ശേഷം After some months, തന്നെ അരണ കടിച്ചു. oh, something bit him again, poisonous. പല്ലുകളെല്ലാം കറുത്ത കളറായി. All his teeth became black in color. എല്ലാവരും പറഞ്ഞു ഈ വ്യക്തി മരിച്ചു പോകും. Everybody said he's going to die. അദ്ദേഹം ക്രിസ്തുവിൽ ഉറച്ചു നിന്നു. He stood firm in Christ. യേശു തന്നെ സൗഖ്യമാക്കി. Jesus healed him. Amen, amen, amen. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുത സാക്ഷ്യമായിരുന്നു. One of the biggest things I've seen in my life was that. അദ്ദേഹത്തിന്റെ ഈ ഭാഗത്ത് വലിയൊരു മുഴ ഇങ്ങനെ പെരുകി വന്നു. He had a big problem behind him. അദ്ദേഹം 18 ദിവസത്തോളം കസാരയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. 18 days he would stand like this on a chair and say സ്തോത്രം. അദ്ദേഹം വേദന കൊണ്ട് പിളയുകയാണ്. He is now struggling with pain. യേശുവേ എന്നെ സൗഖ്യമാക്കണമേ. Jesus, please heal me, he said. യേശുവേ എന്നെ സൗഖ്യമാക്കണമേ. Jesus, heal me, he said. 18 ദിവസം കഴിഞ്ഞപ്പോൾ After 18 days, ദൈവശക്തി തന്റെ മേൽ വ്യാപരിച്ചു. the power of God came upon him. ആ മുഴയെ ദൈവം പൊട്ടിച്ച് അപ്രത്യക്ഷമാക്കി. That thing just went away. 85 വയസ്സായിട്ടും താൻ ശക്തമായി ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. Even at the age of 85, he's on fire. ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവോ? Do you believe in Christ? യേശുവിൽ നീ വിശ്വസിക്കുന്നുവോ? Do you believe in Christ? നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും.
by you I shall go against the truth. നിന്നാൽ ഞാൻ പറക്കുന്നതിന് പാഞ്ഞു ചെല്ലും. I shall go against the truth. നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. I shall leap over a wall by you. വിശ്വസിക്കുന്നുവെങ്കിൽ If you believe, ഇന്ന് നമ്മൾ ചാടിക്കടക്കാൻ പോകുകയാ. tonight we are going to leap over a wall. നിന്റെ വായ് കൊണ്ട് തന്നെ നീ പറയണം. With your own mouth you must say, ശത്രുവേ നീ കെട്ടുറപ്പിച്ച ഈ മതില്, enemy, you have created this wall. ശത്രുവേ ഇത്ര വർഷമായി എന്റെ മുമ്പിൽ കൊണ്ടുവച്ച ഈ പ്രശ്നത്തെ, Oh, this problem for so many years. ഇന്ന് രാത്രി ഞാൻ ജയിക്കാൻ പോകുകയാ. Tonight I am going to win this. ഇന്ന് രാത്രി നിന്റെ നേരെ ഞാൻ ശക്തനായി മാറുകയാ. Tonight I am going to become strong. എന്നെ ശക്തനാക്കുന്നവൻ എന്റെ ദൈവമാണ്. It is God who strengthens me. എനിക്ക് തരുന്ന വളർത്താൻ ഞാൻ ശക്തനാകുന്നു. I am strong by the grace that is in me. എനിക്ക് തരുന്ന വെളിപ്പാടിനാൽ ഞാൻ ശക്തനാകുന്നു. I am strong by the revelation that is in me. നിന്റെ ഉള്ളിൽ എന്താ ഇപ്പോ പറയുന്നത്? What is saying in your heart now? നീ ജയിച്ചവനെന്ന് പറയുന്നു, പരാജയപ്പെട്ടെന്ന് പറയുന്നു. Does it say you are a winner or a loser? യേശുവിനെ സ്വീകരിച്ച നീ പരാജയപ്പെട്ടവനെന്നോ പരാജയപ്പെട്ടവളെന്നോ പറയരുത്. If you are born again, don't say you are defeated. നമ്മുടെ ദൈവം ജയിച്ച ജയവീരനാ. Our God has won a victory. അവന്റെ മക്കളായ നമ്മൾ ജയിക്കും. We also will win. ഹല്ലേലൂയ. Hallelujah. Glory. അപ്പച്ചൻ ഇന്നും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. That Appachan is still doing the work of the Lord. അദ്ദേഹത്തിന്റെ ഭാര്യ അതിനേക്കാൾ ശക്തമായ വിശ്വാസമുള്ള ആളാ. His wife is even more of faith. ഭയങ്കര അനുഭവത്തിന്റെ സാക്ഷ്യം ഞാൻ കേൾക്കാൻ I heard so many testimonies they had. വാസ്തവത്തിൽ പുറത്ത് കേൾക്കാത്ത അനേക ജീവിപ്പിക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. There are many living testimonies which people don't speak out. അനേക ദൈവഭക്തന്മാര് ഓരോ ഇടങ്ങളിൽ ഇരിപ്പുണ്ട്. There are many servants of God, genuine servants of God in many places. നമ്മളും അത്ഭുതങ്ങൾ കണ്ടവരാണ്. We also have seen miracles. ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനെ ഓർത്തു ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. thank God because He's manifesting His glory. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ ദാസനെ ദൈവം ഒരുക്കിയതിനായി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. Thank God for the man of God. ദൈവപ്രതിനെ കർത്താവ് May അനുഗ്രഹിക്കുമാറാകട്ടെ. the Lord bless him. എല്ലാവരെയും ദൈവം May God അനുഗ്രഹിക്കുമാറാകട്ടെ. bless each one of you. ഇന്നത്തെ സഭായോഗം ഏറ്റവും അനുഗ്രഹമായിരുന്നു. Oh, the morning meeting was so blessed. അനേകരെ കർത്താവ് വിടിപ്പാനിടയായി തുറന്നു. The Lord released many people. നിങ്ങൾ വിശ്വസിക്കണം, വചനം അത്ഭുതങ്ങളെ ചെയ്യും. You must believe the word will release miracles. ഹല്ലേലൂയ. Hallelujah. ഒരു സ്ഥലത്ത് ഞാൻ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. And one place I was preaching the word of God. ആ ഒരു സഹോദരി എഴുന്നേൽക്കാൻ കഴിയാത്ത തരത്തിൽ ഇരിക്കുകയാണ്. A lady was sitting in a place in a way she couldn't get up. അവരെ പറ്റി ഒരു വെളിപ്പാട് പോലും എനിക്ക് ദൈവം തന്നില്ല. The Lord did not give me any revelation about her. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. After I preached, I told everybody to stand up. ആ സഹോദരി കാലം ഇങ്ങനെ നീട്ടിയിട്ട് തന്നെ ഇരിക്കുകയാണ്. The sister was just sitting there. ഞങ്ങൾ കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. We began to praise God by clapping hands. ഞാൻ അല്പ സമയം കഴിഞ്ഞ് ആ സഹോദരി നോക്കപ്പെടുമ്പോൾ After some time when I looked, രണ്ട് കാലുകൾ കടന്ന് I പടപടടിക്കുകയാണ്. saw that her legs were beginning to move. താൻ ചുവരിൽ പോലും പിടിക്കാതെ താൻ എഴുന്നേറ്റ് നിന്നു. She began to stand up without touching the walls. പുറകിൽ ഇരുന്ന ആള് ആരാധിച്ചു മുമ്പിൽ കയറി വന്നു. The one who was behind, she came forward and began to worship. യേശു തന്നെ അത്ഭുതമായി സൗഖ്യമാക്കി. Jesus healed her miraculously. ഞാൻ പരിശുദ്ധാത്മാവിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു. In the Holy Spirit I tell you clearly. വചനത്തിന് അറിയാം നിന്നെ എങ്ങനെ രക്ഷിക്കണമെന്ന്. The word knows how to save you. യേശുവിന് നിന്നെ എങ്ങനെ പുറത്തെടുക്കണമെന്ന് കർത്താവിന് അറിയാം. Jesus knows how to bring you out. അത് ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കാൻ പോകുന്നു. Tonight it will happen. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കേണ്ടതിന് Tonight to speak the word of God to you. ദൈവം എനിക്ക് തന്നിരിക്കുന്ന വേദവാക്യം, The word that God has given me. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1 Kings chapter 18 24-25 വാക്യങ്ങൾ വായിച്ചാട്ടെ. verses 24 and 25 ആദ്യം കിട്ടുന്നത് വായിച്ചാൽ. ഹല്ലേലൂയ. Amen. Amen. Hallelujah. സ്വതന്ത്രം Amen. Amen. Hallelujah. Hallelujah. ദൈവം തെരഞ്ഞെടുത്തൊരു മനുഷ്യനായിരുന്നു ഏലിയാവ്. Elijah was a man who God had chosen. അവന്റെ പ്രാർത്ഥനയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. Great miracles began to happen in his prayer. അവൻ ആരുടെ മുമ്പിലും ആമേൻ മുട്ടുമടക്കാത്തൊരു വ്യക്തിയാണ്. He was not willing to put his bend his knee before anyone. അവൻ യേശുവിന്റെ മുമ്പിൽ മാത്രം മുട്ടുമടക്കുന്നവനായിരുന്നു. He would bend his knee only before Jesus. എന്നാൽ ദൈവത്തെ ആരാധിക്കേണ്ട ദൈവജനത്തെ ശത്രു അടിമത്തത്തിൽ വെച്ചിരിക്കുന്നു. But he saw that the people who were supposed to worship God were under captivity. ഇസ്രായേൽ ജനത്തെ ആഗാബിന്റെ ഭാര്യ ഇസബേലും കൂടെ ചേർന്ന് ആമേൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. Ahab and Israel were stopping and blocking the worship of
of the children of Israel. ഒരു കാരണവശാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ ആരാധിക്കുവാൻ ഈ രണ്ട് വ്യക്തികൾ താമസിക്കുന്നില്ല. These two people will not allow the people to worship. ആ സന്ദർഭത്തിലാണ് ദൈവം ഏലിയാവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. At that time God began to raise up Elijah. നിന്നെ ഉയർത്തിക്കൊണ്ട് വരപ്പെടുമ്പോൾ നീ മനസ്സിലാക്കണം നിനക്ക് തടസ്സങ്ങൾ ഏറെയാണ്. When God begins to lift you up, remember there are so many obstacles in your life. നീ ആത്മാവിലായി വരപ്പെടുമ്പോൾ നിന്റെ നേരെ എതിർക്കുന്ന രണ്ട് ശക്തികളാണ്. There are two forces against you when you become strong in the spirit. അത് വീട്ടിന്റെ അകത്ത് കാണും പുറത്തും കാണും തടസ്സങ്ങൾ. It will be inside the house and outside the house. അതിന്റെ അടയാളം നീ ആത്മീയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. That means you are really growing in the spirit. അത് തിരിച്ചറിയുന്ന നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി ആ ബന്ധനം അറ്റുവീഴപ്പെടും. If you realize that and bend down and pray, that will go away. ഏലിയാവ് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുകയാണ്. Elijah is now coming to the Lord. അവൻ നേരിടുന്നത് വലിയൊരു സൈന്യത്തെയാണ്. He is to overcome a big battle. അവൻ നേരിടുന്നത് ബാലിന്റെ പ്രവാചകന്മാരെയാണ്. He has to overcome the prophets of Baal. അവൻ നേരിടുന്നത് ഇസബേലിന്റേതാകുന്ന പ്രവാചകന്മാരെയാണ്. He has to overcome the prophets of Jezebel. പാപപ്പെട്ട ഏലിയാവ് നേരിടുന്നത് 850 ബാലിന്റെ പ്രവാചകന്മാർ അശോര പ്രതിഷ്ഠകൾ അടങ്ങിയ ഒരു സംഘത്തെ അത്രേ. Oh, he has to overcome a group of 850 false prophets of Baal. അവനെ കൊണ്ട് കഴിയാത്ത തരത്തിലാണ് അവൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. He is facing an attack which he by himself cannot overcome. പക്ഷേ ദൈവം തന്നോട് പറഞ്ഞു നീ പേടിക്കേണ്ട കാര്യമില്ല. But the Lord said there is nothing for you to fear. Hallelujah. അവരോട് കൂടെ ഉള്ളവരെക്കാൾ നമ്മോടുള്ളവർ അധികമത്രേ. Those who are with them is lesser than those who are with us. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിനക്ക് നേരെ നിൽക്കുന്ന സൈന്യം വലിയ വലിയ സൈന്യമത്രേ. Oh, when you are praying, the people against you may be numerous. അതിനെ നോക്കി നീ ഭാരപ്പെടേണ്ട Child of കാര്യമില്ല. God, don't look at that and be burdened. അതിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. That can do nothing. പക്ഷേ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. But you have a God who will work for you. ആ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വരപ്പെടുമ്പോൾ When that God comes to you, ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ നീ പ്രാർത്ഥിക്കാൻ you തുടങ്ങും. must start praying as Elijah prayed. ഏലിയാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, Elijah prayed like this. എന്റെ ദൈവത്തെ നിങ്ങൾക്ക് അറിയത്തില്ല. You don't know my God. ആഗാബേ നിനക്ക് ദൈവത്തെ അറിയത്തില്ല. Ahab, you don't know God. ഇസബേലേ ദൈവത്തെ നിനക്ക് അറിയത്തില്ല. Jezebel, you don't know God. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, I'm going to pray. ഞാൻ ആരാധിക്കാൻ തുടങ്ങിയാൽ, If I start to worship, എന്റെ ദൈവം എന്റെ അടുത്ത് വരപ്പെടും. my God will come near me. പക്ഷേ നിങ്ങൾ വിളിച്ചാൽ വരത്തില്ല. Oh, if you call, he won't come. നീ വിളിച്ചാൽ വരത്തില്ല. If you call, he won't come. സത്യത്തിൽ ആത്മാവിലും ആരാധിക്കുന്ന ദൈവമേ, Oh, child of God, worshiping in truth and spirit. നിനക്കൊന്ന് ഉറപ്പുണ്ടോ? Are you sure tonight? ഇനി നേരെ നിനക്ക് നേരെ ആഭിചാരം പൊങ്ങത്തില്ല. Oh, nothing will come against you. ഇനി നേരെ നിനക്ക് നേരെ ആമേൻ ഇസബേലിന്റെ പ്രവൃത്തി പൊങ്ങത്തില്ല. No Jezebel will go against you. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ. In the Holy Spirit, let me tell you. ദൈവം ഏലിയാവിനെ വിളിച്ചു പറഞ്ഞു. God told Elijah, ഇത് കണ്ടു നീ പേടിക്കണ്ട. don't be scared of what you say. ഇത് കണ്ടു നീ ഭാരപ്പെടണ്ട. Don't be burdened with what you say. നിന്റെ വായ് കൊണ്ട് പറയുന്നത് ഞാൻ ചെയ്യാൻ പോകയാ. I'm going to do what you are going to say with your mouth. ദൈവം ഏലിയാവിനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. God told Elijah like this. നീ ചോദിക്ക് 2 കാളക്കുട്ടിയെ. Ask for 2 bullocks. ഒന്ന് നീ എടുക്കണം. One you take. ഒന്ന് അവർക്ക് കൊടുക്കണം. Give them one. ഹല്ലേലൂയ. Hallelujah. ഒന്ന് അവർക്ക് കൊടുക്കണം. Give them one. ഒന്ന് നീ എടുക്കണം. You take them one. ആമേൻ. ഈ ഏലിയാവ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. Elijah said like this. ഇത് തീയിടരുത്. ഇത് തീയിടരുത്. Don't put any fire under that. തനിയെ തീ ഉണ്ടാവണം. Automatically fire should come. Amen. 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 സ്തോത്രം. Sotram. ഹല്ലേലൂയ. Hallelujah. തനിയെ ഉണ്ടാവണം. The fire must come by itself. ഉയരത്തിൽ നിന്ന് ഇറങ്ങണം തീ. Fire must come from above. ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങണമെങ്കിൽ If the fire has to come from above, ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച ദൈവത്തെ ആരാധിക്കണം. the people who have got strength from above Uyara- must worship. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച ദൈവത്തെ Child of God, you are baptized in the Holy Ghost. നിന്റെ and power. നേരെ വെല്ലുവിളിക്കുന്ന വെല്ലുവിളി ഇന്ന് അവസാനത്തെ രാത്രിയാ. So tonight is the night when that will go away. ഇന്നത്തെ രാത്രി നിന്റെ രാത്രിയോ. Tonight is your night. ഇന്നത്തെ രാത്രി നീ വിളിച്ചു പറ. Tonight you speak out. അനേക രാത്രികൾ ഇസബേൽ പ്രവർത്തിച്ചു. Many nights Jezebel was working. അനേക രാത്രി ആഗാബ് പ്രവർത്തിച്ചു. Many nights Ahab was working. എനിക്ക് ഈ രാത്രി മതി. For me this night is enough. അനേക രാത്രികളെ മറിച്ചിടുവാൻ. To overcome many nights. Glory. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. I say in the Holy Ghost. പരിശുദ്ധാത്മാവ് ഞാൻ കാണുന്നുണ്ട്. I see in the Holy Ghost. നിന്നെ തകർക്കുവാൻ 3 പേർ യോജിച്ചില്ലേ? 3 people came together to destroy you. പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. The Holy Spirit says. 3 പേർ ചേർന്ന് റൂമിൽ
തന്ത്രമൊരുക്കിയെങ്കിൽ, when 3 people came together in a room അവർ against you, ജയിച്ചു എന്ന് അവർ പറഞ്ഞുവെങ്കിൽ, when they said they won, ഇന്ന് രാത്രി അവരെ പരാജയവും tonight is their നിന്റെ defeat. ജയമെന്ന് ആത്മാവ് And പറയുന്നു. it is your ഉടബലവരവോ ശബ്ദലവോ ഉടബരാധലവോ ഉടബരാധന അതരോ ചുമരബൽ ലൗഡ രബപ രീബാരവ അന്തൽ പൗഡ ബരീബല ബലവോ ശബരാധന അന്തല ഉടബ ഉടബലബക്ഷര അതിര ചൗഡബൽ ഭമാരിബൽ പൗഡ രീകാബലവ. ഹല്ലേലൂയ. Hallelujah. ഏലിയാവിനെ തകർക്കുവാൻ എല്ലാവരും നോക്കുകയാണ്. Everybody is trying to destroy Elijah. ഇസബേലും കൂട്ടരും ചേർന്ന് ദൈവത്തിന്റെ ദാസന്മാരെ എത്രയും കൊന്നുകളഞ്ഞു. Jezebel and the prophets killed all the prophets of God. ഇനി ദൈവത്തിന്റെ ദാസന്മാർ ഇല്ലെന്ന് അവൾ വിധി പറഞ്ഞു. She began to say no more servants of God. യഹോവയുടെ ദാസന്മാരെ കണ്ടാൽ കൊല്ലുമെന്ന് അവൾ പറഞ്ഞു. She declared a death warrant and said any man of God will be killed. ആരാധിക്കുന്നവരെ കണ്ടാൽ തകർക്കുമെന്ന് അവൾ പറഞ്ഞു. She said anybody who worships God will be killed. ഉടയ തമ്പുരാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. God Almighty said like this, നിന്റെ നേരെ നിൽക്കുവാൻ ഞാൻ ഒരുവനെ ഒരുക്കിക്കൊണ്ടുവരികയാണ്. I am raising up somebody to stand against you. ഇവന്റെ ഒരുക്കം ആർക്കും അറിയത്തില്ല. Nobody knows his preparation. ഇവന്റെ തെരഞ്ഞെടുപ്പ് ആർക്കും അറിയത്തില്ല. Nobody knows his election. അപ്പച്ചനി പൈതനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. God is preparing this child. ഈ ഒരുക്കം വലുതായിരിക്കുമെന്ന് ആത്മാവ് ദൂത് The Holy പറയുന്നു. Spirit says this will be a big preparation. ഇവന്റെ ഒരുക്കം ശക്തമായിരിക്കും. His preparation will be great. അതേ തരത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാവിനോടും പിതാവിനോടും ദൂത് പറയട്ടെ. Oh parents, bring up the child in a godly way. കുഞ്ഞേ, ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയട്ടെ. The Holy Spirit says ഏലിയാവിനെ ദൈവം ഇതാ കൊണ്ടുവരികയാണ്. Elijah is being brought by God. ആഗാവ് പറയുന്നു എന്റെ നേരെ ശബ്ദിക്കാൻ ആരുമില്ല. Ahab says nobody can speak against ഇസബേൽ me. പറയുന്നു എന്റെ നേരെ നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല. Jezebel says nobody can stand against me. ദൈവം ഏലിയാവിനോട് വിളിച്ചു പറഞ്ഞു, God told Elijah, ഞാൻ നിനക്ക് ബലം പകരും, I'm going to give you strength. ഞാൻ നിനക്ക് ശക്തി പകരും. I'm going to give you strength. അവൻ രാജാവെന്ന് നോക്കരുത്, Don't see that he's a king. Amen. അവൻ ഉന്നതനാണെന്ന് നോക്കരുത്. Don't see about his position. നീ രാജാവല്ല, You are not a king. ഏലിയ പ്രവാചകനല്ല, Elijah is not a prophet. അവനൊരു പാസ്റ്റർ അല്ല. He is not a foreigner. അവന് കൃപ കിട്ടിയപ്പോൾ, When he got grace, അവന്റെ മേൽ ദൈവശക്തി ഇറങ്ങിയപ്പോൾ the power of God came on അവൻ him. ചാടിക്കയറി പോകയാ. He was going on in ഇന്ന് strength. രാത്രി ദൂത് പറയട്ടെ, Tonight, let me tell you the word. കൃപയില്ലാത്ത നിനക്ക് കൃപ വെളിപ്പെടാൻ പോകയാ. You are going to get grace. ദർശനമില്ലാത്ത നിനക്ക് ദർശനം കിട്ടാൻ പോകയാ. You are going to get revelation. ആത്മാവ് ദൂത് വിളിച്ചു പറയട്ടെ, The Holy Spirit says നിന്റെ മേൽ കൃപ വെളിപ്പെടാൻ പോകയാ. grace is going to come upon നീ you. ആരെന്ന് വീട്ടിൽ തെളിയപ്പെടാൻ പോകയാ. In your house they will know who you നിന്റെ are. ദേശത്ത് തെളിയപ്പെടാൻ പോകയാ. In this land they will know who നീ you are. ആരാധിക്കുന്ന സ്ഥലത്ത് വെച്ച In the place where you worship, അന്യ ഭാഷയിൽ ആരാധിക്കേണ്ടതിന് so that you may worship in tongues. ആത്മശക്തി നിന്റെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുക. The Holy Spirit is coming on you. Hallelujah. ദൈവത്തിന്റെ വിളി വലുതാണെന്ന് ദൈവാത്മാവിന്റെ ആലോചന. The Holy Spirit says call on you is big. നീ ആഗാബിനെ ഭയപ്പെടരുത്, ഇസബേലിനെ ഭയപ്പെടരുത്. Don't be scared of Ahab and Jezebel. ഒരു ഏലിയാവിനെ പോലെ മുന്നോട്ട് കാല് വെക്കാൻ Oh, തയ്യാറായാൽ take steps of faith, brother. നിന്നിലൂടെ അനേകം നാമധേയങ്ങൾ തകരപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. Hallelujah. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, The Holy Spirit says വാചനത്തിന് വിരോധമായി കെട്ടിയുറപ്പിച്ച നിയമങ്ങൾ പൊട്ടാൻ പോകുകയാ. every rule which is not based on the word of God is going to go away. Oh, glory. Glory. Praise God. Praise God. Praise God. കരങ്ങൾ അടിച്ചൊരു സ്തോത്രം ചെയ്. പറഞ്ഞു കേട്ടോ, പറഞ്ഞു കേട്ടോ, പറഞ്ഞു കേട്ടോ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയുന്ന പണികൾ, those who are building on the foundation of Christ, ഉടയത്തില്ല. that will not break. അതിനെ പൊളിക്കാൻ നോക്കിയാൽ, If you try to break that, ഉടയ തമ്പുരാന്റെ കരം വെളിപ്പെടും. the hand of the Lord will be revealed. ഇന്ന് രാത്രി അത് വെളിപ്പെടാൻ പോകയാ. Tonight it is going to be revealed. മാതാവേ, നിനക്ക് വേണ്ടി അത് വെളിപ്പെടാൻ പോകയാ. It is going to be revealed for you. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്കായി ചലിക്കുകയാ. Tonight the hand of the Lord is working for you. പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയട്ടെ. Holy Spirit, please speak on. ഏലിയാവിന് വേണ്ടി ദൈവം എഴുന്നേറ്റു. God rose up for Elijah. അവന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് ആഗാവ് പറഞ്ഞു. Ahab said he can't do anything.
Amen, amen. അവനെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് ഇസബേൽ പറഞ്ഞു. Jezebel said, useless fellow can do nothing. അവർ എഴുതി വെച്ച വിധിയെ ഏലിയാവ് ചവിട്ടി പിടിക്കുക. That proclamation, Elijah is now holding it down. യേശുവിനെ ആരാധിക്കുന്ന നീ നിയമങ്ങളെ ചവിട്ടി പിടിക്കണം. Hallelujah. Oh. If you worship Jesus, break every Yes. man-made tradition. യേശുവിനെ ആരാധിക്കുന്ന നീ പ്രശ്നങ്ങളെ അടിച്ചു പൊളിക്കണം. If you worship Jesus, break every problem. യേശുവിനെ ആരാധിക്കുന്ന നീ തകരരുത്. If you believe in Jesus, നീ തകർന്നു പോയ ദൈവനാമമാണ് തകരുന്നത്. oh, it is the name of Jesus that must not be broken. പ്രശ്നം വരുമ്പോൾ നീ ഓർത്തോണം, When problems come, remember, യേശുവിന്റെ നാമം നിന്നോട് ഉയരുകയാ. through you, the name of Jesus is lifted up. ദൈവ സഭയുടെ ഉയർച്ച ഒക്കെയും പ്രശ്നം വന്നതുകൊണ്ടാ. The church of God was raised up because he had problems. ഏത് സഭ വളർന്നിട്ടുണ്ടോ അതിന്റെ പിന്നിൽ പീഡനം സഹിച്ചിട്ടുണ്ട്. Whichever church has been risen up, it is because there was persecution. നീ പീഡനം സഹിക്കുന്ന വ്യക്തിയാണോ? Are you going through നീ persecution? ഭാരം സഹിക്കുന്ന വ്യക്തിയാണോ? Are you going through burden? നിന്നിലൂടെ ദൈവം ഒരു പണി ചെയ്യാൻ പോകുകയാ. God is going to do a work through you. ആത്മാവ് ദൂത് വിളിച്ചു പറയട്ടെ, Let me tell you the word. ഒരു പണിയുടെ സമയമായി കഴിഞ്ഞു. Time of working. 3 ദിനം അങ്ങോട്ട് പോകത്തില്ല. Within 3 days, ഒരു പണി ദൈവം ചെയ്യാൻ പോകുക. God is going to do a work. ആ കരം ഉയർത്തി ഒരു ഹാല് പറഞ്ഞാട്ടെ. Lift up your hands and say hallelujah. ഞാൻ ഒരാളിനോട് ദൂത് പറയപ്പെടുമ്പോൾ When I tell a word to somebody, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളും പറയണം, you must say in your heart also, എനിക്ക് ഒരു പണി ആവശ്യമാണ്. I also need a work. എന്റെ സഭയിൽ ഒരു പണി വേണം. In my church a work എന്റെ must be വീട്ടിൽ done. ഒരു പണി വേണം. In my house there must be a work. എന്റെ കുഞ്ഞിലൊരു പണി വേണം. My child must be built അത് up. പണിയാണ് ദൈവം നിന്നെ കൊണ്ടുവന്നത്. It is for that God has brought me. ദൈവാത്മാവ് വ്യക്തമായി The പറയുന്നു, Holy Spirit says, ഇന്ന് രാത്രി പണി നടക്കുക. tonight work is ഇന്ന് happening. രാത്രി ആരാധനൊരു പണി. Tonight work is happening. ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ രാത്രി. നിന്റെ Hallelujah. ജീവിതത്തിൽ In my life, അത് നടക്കാൻ പോകുകയാ. it is going to happen. കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചാണ്. Put your hands together. അത്ഭുതങ്ങൾ നടക്കട്ടെ, അതിശയങ്ങൾ നടക്കട്ടെ, വീര്യപ്രവൃത്തികൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതിശയങ്ങൾ നടക്കട്ടെ, അതിശയങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും തളർന്ന സ്ഥലത്ത് ഏലിയാവ് ശക്തനായി മാറി. When everybody was put down, Elijah became strong. യേശുവിന്റെ നാമത്തിന് ഉയർച്ച ഇല്ലെന്ന് എല്ലാവരും വിധി എഴുതിയപ്പോൾ, When everybody said there is no progress in the name of Jesus, ഉടയ തമ്പുരാൻ ഒരു ഏലിയാവിനെ ഉപയോഗിച്ചു. God raised up an Elijah. Thank you, Lord. Hallelujah. Who's that? Who's this? ആമേൻ, ആമേൻ. നിന്റെ കരം ചില സ്ഥലത്ത് ദൈവം പൊക്കും. God will lift your hand in some places. Hallelujah. നീ അധികാരത്തിന്റെ മകനായി മാറപ്പെടും. You will be a son of authority. നീ പേടിച്ചു നിൽക്കണ്ട. Don't be scared. നീ അധികാരത്തോടെ കൽപ്പിക്കും. You should declare with authority. ഉടയ തമ്പുരാന്റെ ശക്തി നിന്നെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. The power of God will come upon you. It is there now. ആഹാബും ഈസബേലും നിനക്കെതിരെ എഴുന്നേറ്റാൽ, If Ahab and Jezebel go against you, ഇന്ന് പ്രാപിക്കുന്ന ശക്തി അന്ന് നിനക്ക് ശക്തി പകരും. the power you have now will give you power then. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, It's the Holy Spirit that says it. നിന്റെ വിളി തിരിച്ചറിയുക. Know your calling. നിന്നെ തെരഞ്ഞെടുത്ത യേശുവിനെ കണ്ടുമുട്ടുക. Meet Jesus who selected you. നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. God has plans to do something നീ through you. താമ്ര കഥകളെ തകർക്കും. You will break bronze walls. ഇരുമ്പോടാമ്പൽ നിന്റെ മുമ്പിൽ പൊട്ടുമെന്ന് Everything will be broken before you. പരിശുദ്ധാത്മാവ് ദൂത് പറയട്ടെ. Holy Spirit ആ says. കരങ്ങളെ തൊട്ടി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. Hallelujah. ആ കരങ്ങളെ തൊട്ടി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. ഉടമലമലമ ശബ്ദാരങ്ങൾ കർത്താവ്. ഹല്ലേലൂയ. Hallelujah. ദൈവം ഏലിയാവിനോട് വിളിച്ചു പറഞ്ഞു, Oh, God told the king, നിനക്ക് ഞാൻ ഒരു അവസരം ഒരുക്കി തരും. I will give you an നീ opportunity. നന്നായിട്ട് മുതലാക്കിക്കൊള്ളണം. Don't give up. ചിലതിന് ദൈവം കൈ തരും. God will give you some. വിട്ടുകളയരുത്. Don't give up. പിടിച്ചോണം. Hold it. ആമേൻ. ഇത് തന്നെ തൂത്. Hallelujah. നേറ്റൊരു സ്വതന്ത്രം പറച്ച. Praise the Lord. ഹല്ലേലൂയ. Hallelujah. Amen, amen, amen. Glory. ആമേൻ. Amen. നിനക്ക് ദൈവം ഒരു ജോലി തരുന്നത് എന്തിനു വേണ്ടിയാ? Why is God giving you a job, people? നിന്റെ ചുറ്റുപാട് ഇരിക്കുന്നവരെല്ലാം മന്ത്രവാദികളാ.
Let's imagine everybody around you are magicians. വിവിധ ദേവന്മാരെ സേവിക്കുന്നവരുടെ അതിന്റെ നടുക്കാ നീ ഇരുന്ന് ജോലി ചെയ്യുന്നത്. You are working among people who serve different gods. നീ ദൈവത്തോട് ചോദിക്കുന്നത്, എന്റെ ദൈവമേ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? Ask God, why did you bring me here? എന്നോട് കൂടെ സ്തോത്രം പറയാൻ ഒരാൾ പോലും ഇല്ലല്ലോ. Nobody in my workplace to say one ഈ ചോദ്യം തന്നെയാണ് ഏലിയാവ് അന്ന് ചോദിച്ചത്. It's the same question God asked Elijah. Elijah asked God. 880 മന്ത്രിമാർ, ആമേൻ, മന്ത്രവാദികൾ കർമ്മേൽ പർവ്വതത്തിൽ നിറഞ്ഞു നിൽക്കുക. 850 prophets of Baal around Mount Carmel. പാപപ്പെട്ട ഏലിയാവ് മാത്രം മുകളിലോട്ട് നോക്കി നിൽക്കുക. Elijah is the only person looking up. ഇതേപോലെ നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? Are you a person like that? ഇതേപോലെ ദൈവം എന്ന് പറഞ്ഞ് വിളിക്കുന്ന വ്യക്തിയാണോ? Are you a person calling God like this? ഇന്ന് രാത്രി തീ കൊണ്ട് ഉത്തരം വെളിപ്പെടാൻ പോകുക. Tonight by fire he is going to answer you. നമ്മുടെ വാ കൊണ്ട് തീ കത്തിക്കണ്ട. Don't do it with our mouth. നമ്മൾ ആൾക്കാരെ കൊണ്ട് തീ കത്തിക്കണ്ട. Let us not bring fire with people. നമ്മൾ കയറെടുക്കണ്ട, കോലെടുക്കണ്ട. We don't have to do anything. നമ്മുടെ നാവിലൂടെ വരുന്ന അഗ്നി ജ്വാലയ്ക്കൊത്തുള്ള സർവശക്തന്റെ കണ്ണുകൾ പതിക്കപ്പെട്ട പ്രാർത്ഥനയാൽ അത്ഭുതങ്ങൾ നടക്കുന്ന രാത്രി. Tonight is a night of miracle. He himself will do it. അസാധാരണ വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിനക്കൊരു അടയാളം ആവശ്യമല്ലേ? Don't you need a sign to worship God? ഈ ദൂത് ഇവിടെ ഇരുന്ന ചിലർ തൊട്ടു കഴിഞ്ഞല്ലോ. Already this word has touched some people. ദൈവാത്മാവിന്റെ ഉള്ളിൽ പറയുന്നു, In the Holy Ghost I tell you, ഈ ദൂത് തൊട്ടവർ എഴുന്നേറ്റ് ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ടിരിക്കുക. those who were touched, stand up and say glory to God. Hallelujah. Hallelujah. പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു. In the Holy Ghost I say, ഏലിയാവിന് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന ദിവസമാണ് അന്ന്. the days when God will rise up for Elijah. അനേക ദിവസങ്ങൾ ഇസബേലിന്റെ കളി ദൈവം തമ്പുരാൻ കണ്ടുകൊണ്ടിരുന്നു. God was watching how Jezebel was manipulated. അനേക നാളുകൾ ആഗാവ് ചെയ്തത് ദൈവം കണ്ടുകൊണ്ടിരുന്നു. Many days God was watching Ahab. ഒരു ദിവസം ദൈവം ഇങ്ങനെ പറഞ്ഞു, One day God said like this, എല്ലാവരെയും കൂടെ ഞാൻ കൂട്ടിവരുത്തുന്ന ഒരു ദിവസമുണ്ട്. a day is coming when I will fulfill. ചിന്നി ചിതറി കിടക്കുന്ന സകല മന്ത്രവാദികളെയും ഒരിടത്ത് ദൈവം കൊണ്ടുവന്നു. Hallelujah. Bringing all the magicians to one place. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ഇവിടെ കൂടിയതിന്റെ ലക്ഷണം, Tonight that we the children of God have come here. 100 കണക്കിന് കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്ന രാത്രിയായിരുന്നു. Hallelujah. Hundreds of families are going to be released tonight. Amen, amen. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. Holy Spirit shows me. ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഒരു സഹോദരൻ ഇന്ന് രാത്രി വിടുവിക്കപ്പെടാൻ പോകുകയാ. A brother who is getting ready for suicide, he is being released now. ദൈവാത്മാവിനെ കാണിക്കുന്നു. The Holy Spirit shows me. ഒരു റൂമിനകത്ത് ഒരു യൗവനക്കാരൻ മരണത്തിന് വേണ്ടി കൊതിക്കുകയാ. A young man in a room is desperately looking for death. പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു, The Holy Ghost, ആ വ്യക്തിയുടെ വിടുതൽ ഇവിടെ നടക്കുന്ന മീറ്റിംഗിൽ സംഭവിക്കുന്നു. the release of that person is happening in the meeting. Jesus. Hallelujah. Praise the Lord. Praise the Lord. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രയർ ലൈനിൽ പ്രസംഗിക്കുമ്പോൾ Many years ago when I was preaching in the prayer line, പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ഒരു ചില ദൂതുകൾ വിളിച്ചു പറഞ്ഞു. the Holy Spirit said some things like this. ആമേൻ. അന്ന് ചില ഒരു വ്യക്തി എന്നോട് വിളിച്ചു പറഞ്ഞു, A person called me, പാസ്റ്റർ നിങ്ങൾ പറഞ്ഞ വ്യക്തി ഞാനാണ്. Oh pastor, I am the person who you are talking ഞാൻ about. മരണം കൊതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was desperately desiring death. നിങ്ങൾ എന്നെ നോക്കിയാണ് ആ ദൂത് വിളിച്ചു പറഞ്ഞത്. You spoke to me that night. ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. I didn't know all these things. ആത്മാവ് ഇങ്ങനെ ശക്തമായി ദൂത് വിളിച്ചു പറഞ്ഞു. The Holy Spirit said like this. നിന്നെ വിടുവിക്കുവാൻ വേണ്ടിയാ ഇന്നത്തെ പ്രസംഗം എന്ന് പറഞ്ഞു. Today's message is to release you. ആ തരത്തിലാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. That is the way I spoke. യേശു അവരെ വിടുവിപ്പാനിടയായി തീർന്നു. Jesus released him. ഇന്ന് രാത്രി കൃത്യമായി ദൈവാത്മാവിനെ The കാണിക്കുന്നു. Holy Spirit shows me very ഒരു clearly. യൗവനക്കാരൻ റൂമിനകത്ത് മരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. A young man is trying to die in a room. അത് നടക്കത്തില്ലെന്ന് ദൈവാത്മാവ് പറയുന്നു. Holy Spirit said it won't happen. ഒരു സ്തോത്രം പറഞ്ഞാട്ടാ. ഒരു സ്തോത്രം, say a സ്തോത്രം. Hallelujah. കടൽ ഇളകി വരുന്നത് പോലെ അനുഭവം ഉണ്ടാകപ്പെടും. Oh, a time is coming when things are going to come in like കടൽ a sea. ഇളകുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടാകപ്പെടാൻ പോകുകയാ. Oh, problem is going to happen. ഒന്ന് ഇളകി മറന്ന ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. The Holy Spirit is showing me. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു. But in the Holy Ghost I say, ദൈവത്തെ ആരാധിക്കുന്ന കരങ്ങൾ ഉയർത്തപ്പെട്ടാൽ when you worship God, ഏത് കടലും അവിടെ നിൽക്കാനിടയിൽ തീരപ്പെടും. every ocean will be stopped. ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. I see it in the Holy Ghost. ഇതിനകത്തില്ലാത്ത ചിലരുടെ കരം പൊക്കി തുടങ്ങും ഞാൻ കാണുന്നുണ്ട്. I see the hands of some outside worshiping. യേശുവിന്റെ നാമത്തിൽ
In the name of Jesus, ഞങ്ങൾ കൽപ്പിക്കുന്നു, we declare, കടൽ അടങ്ങി നിൽക്കട്ടെ, I command the sea കാറ്റ് to stop. അവസാനിക്കട്ടെ, We command the wind to stop. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, ദൈവ പ്രവൃത്തിയുടെ തുടക്കമായതാ. the beginning of God's work. അനേക രാജ്യങ്ങളുടെ മേൽ ഉണർവ് പുറപ്പെടാൻ പോകുന്നു. In many nations, revival is starting. ബന്ധിച്ചിരിക്കുന്ന ബന്ധങ്ങൾ പൊട്ടാൻ പോകുക. Many relationships are going to get better. അനധികൃതമായി സ്ഥാപിച്ച ചില ബലിപീഠങ്ങൾ പൊട്ടാൻ പോകുന്നു. Unholy altars are going to be broken. നിന്റെ സഭയ്ക്ക് നേരെ എഴുന്നേറ്റ് വരുന്ന ബന്ധനം പൊട്ടുന്നു. Everything against your church is being broken. നിന്റെ പ്രയർ ലൈൻ വരെ ശത്രു ഉന്നം വെച്ചത് ഇന്ന് രാത്രി പൊട്ടുകയാ. Even against your prayer line, it is finished tonight. നിന്റെ ദർശനത്തെ തടയാൻ നോക്കിയ ആകാബ് വെട്ടുകൊണ്ട് വീഴാൻ പോകുകയാ. Ahab is destroyed tonight. പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, Holy Spirit says, നിന്നിലൂടെ ആണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ളത്. God wants to work through you. ഏലിയാവ് ജീവിച്ചിരുന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. God can work only if Elijah is alive. ഹല്ലേലൂയ. Hallelujah. ദൈവം ഏലിയാവിനോട് വിളിച്ചു പറഞ്ഞു, God told Elijah, നീ ജ്ഞാനത്തോടെ പ്രവർത്തിക്കണം. Elijah, work with wisdom. എല്ലാവരെയും വിളിച്ചു കൂട്ടി Call everybody. ആഹാബിന്റെ അടുക്കൽ വന്നിട്ട് പറയുക, And they came to Ahab. ഒരു കാര്യം ചെയ്യണം. Remember one thing. 2 കാളയെ എടുക്ക്, Take 2 oxen. ഒന്ന് അവർക്ക് കൊടുത്തേരെ, Give them 1. ഒന്ന് എനിക്കും തന്നേരെ. Give me 1. ജീവനുള്ള കാള. A living oxen. അവരാൾക്കാർ കൂടുതലുണ്ടല്ലോ. There are more people. അങ്ങോട്ട് അവരെല്ലാരും കൂടെ ചേർന്ന് അതിനെ അങ്ങ് വെട്ടി പരുവമാക്കി തീ ഇറക്കാതെ അവരുടെ ദേവന്മാരുടെ വിളിച്ച് തീ ഇറക്കട്ടെ എന്ന് പറഞ്ഞു. Let them try worshipping their own and see, and if see fire comes. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. Hallelujah. ഈ ആമേൻ ആഭിചാരം അല്ലെങ്കിൽ മന്ത്രവാദികളായിരിക്കുന്നവർക്ക് നല്ല ഉറപ്പുണ്ട് അവരെ ദേവൻ പ്രവർത്തിക്കുമെന്ന്. You know, the sorcerers know that their God can work. ഇല്ലെന്ന് വരികിൽ അവർ ആ കാളയെ എടുത്തുകൊണ്ട് അവരെ ബാലിന്റെ ദേവന്മാരെ വിളിക്കത്തില്ലായിരുന്നു. Otherwise they would not have accepted the challenge. Glory. എന്തുകൊണ്ടാണ് അവർ അത് തീരുമാനിച്ചത്? You know why they decided? മിസ്രൈമിൽ ഒരിക്കൽ അവിടുത്തെ മന്ത്രവാദികൾ പാമ്പുണ്ടാക്കി. You remember in Egypt during the time of Moses, they made a snake. അന്ന് അഹരോനും മോശയും ഉണ്ടായിട്ട് പോലും വടി പാമ്പായി. Even when Moses and Aaron was there, that became a snake. മോശയോട് വിളിച്ചു പറയാ, നിനക്ക് മാത്രമല്ല അത്ഭുതം ചെയ്യാൻ കഴിയും, എനിക്കും കഴിയും. Moses says, not only you, Moses, I can also do miracles. പക്ഷെ ദൈവം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, God said like this, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, let them do anything they want. അല്പം ഒന്ന് കഴിയപ്പെടുമ്പോൾ Just wait. നിന്നിലൂടെ നടന്നു മാത്രം ഉയർന്നു നിൽക്കും. Only what is done through you will remain. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, Holy Spirit says, ദൈവത്താൽ തുടങ്ങിയത് വളരാൻ പോകുകയാ. what has been begun by God will grow. അല്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്നത് ഒടിയാൻ പോകുകയാ. Everything else is going to break. Thank you, Lord. ആത്മാവ് ശക്തമായി പറയുന്നു, I say it in the Holy Ghost. ചിലർ പ്രശ്നങ്ങളിലാകുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. The Lord shows me some people falling in problems. അതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യവസ്ഥാപിതമായി ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിയതുകൊണ്ടത്ര അത് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, those who accuse people chosen by God, they are going to get into trouble. ഇത് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്ന ഒരു ദൂതത്രേ. It is the Holy Spirit who is speaking this. ആമേൻ. ഏലിയാവിനോട് ദൈവം പറഞ്ഞു, God told Elijah, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, do not be scared. നീ ധൈര്യത്തോടെ നിൽക്കുക. Stand with boldness. ആമേൻ. ബാലിന്റെ പ്രവാചകന്മാരും ഇസബേലിന്റെ മേശയെങ്കിൽ പഠിച്ചു വരുന്ന പ്രവാചകന്മാർ ഒരുമിച്ചങ്ങ് ആമേൻ അതിന്റെ പരിപാടി അങ്ങ് തുടങ്ങി. You know, the prophets 850 started their program. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. The Bible says 39-40 വാക്യങ്ങൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. when you see 39-40 verses, you see like this. കർമ്മേൽ പർവ്വതത്തിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വരികയാണ്. Everybody is coming at the mountain of ആമേൻ. Carmel. 24 തൊട്ട് താഴോട്ട് പഠിച്ചു വരപ്പെടുമ്പോൾ അവിടെ നമുക്ക് അത് കാണാൻ കഴിയുന്നുണ്ട്. You study from verse 24, you can see that. അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. They were very sure. അന്ന് ആമേൻ ഞങ്ങളുടെ അപ്പന്മാർ അത്ഭുതം ആ കൊട്ടാരത്തിനകത്ത് ചെയ്തു. Our forefathers did miracles in that palace. നീ മോശേക്കാൾ വലിയവനല്ലല്ലോ. You are not greater than Moses. Amen, amen, amen. Hallelujah. തീയുടെ പ്രവാചകനായിട്ട് മാറപ്പെടുന്ന ഒരാളായിരുന്നു ആമേൻ മോശ. Moses was a man, a prophet of fire. അവന്റെ ദർശനം തീയായിരുന്നു. His vision was fire. അത് കണ്ടാണ് അവൻ ഇറങ്ങിയത്. He saw fire and came out. അവൻ നിന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ചിലത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, if we could do something when we stood, ഏലിയാവേ നിന്റെ മുമ്പിൽ ഞങ്ങൾ ചിലത് ചെയ്യും. Elijah, even in your front of you, we'll do something. Hallelujah.
ഇന്ന് രാത്രി ആത്മാവ് പറയുക, Tonight the Holy Spirit അത് says, അന്നത്തെ കാലം, that was then. ഇത് കൃപായുഗം, This is a great time ഇത് of grace. യേശുവിന്റെ രക്തത്തിന്റെ പവർ, You are part of the blood of ഇത് Jesus. യേശുവിന്റെ ശക്തിയുടെ പ്രവർത്തനം. This is the work of ഇനി Jesus. ചലിക്കത്തില്ലെന്ന് ദൈവാത്മാവ് പറയുന്നു. Oh, it will not work, says the Holy Ghost. കഴിഞ്ഞ 6 വർഷമായി ചലിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നിൽക്കാൻ പോകയാ. In the last 6 years, what has been working against you is stopping now. In 16 Jesus' name. വർഷമായി ചലിച്ചത് നിൽക്കാൻ പോകയാ. 16 years, what has been going against you is stopping tonight. 32 വർഷമായി ചലിക്കാൻ നിൽക്കാൻ പോകയാ. 32 years, what is against you is stopping tonight. 8 വർഷമായി ചലിച്ചത് നിൽക്കാൻ പോകയാ. What has been against you for 8 years, stopping tonight. ചലിക്കാത്ത നീ നിന്റെ വീട്ടിൽ ചലിക്കാൻ പോകയാ. You have not been working, is working in your family. വാ അടയ്ക്കെന്ന് പറഞ്ഞ ഇടത്ത് നീ വാ തുറക്കാൻ പോകയാ. Where you are asked to shut up, you are going to open your mouth and declare His wonders. ദൈവത്തെ ആരാധിച്ച് തുടങ്ങിക്കോ, നിന്റെ വായ് തുറക്കാൻ പോകയാ. Start worshiping God. God is going to do great things. കാരണം വായ് തുറക്കുന്നത് സർവശക്തനായ ദൈവമാണ്. It is God who opens your mouth. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. Hallelujah. If He opens, nobody can shut. അവൻ അടച്ചു കഴിഞ്ഞാൽ ആർക്കും തുറക്കാനും പറ്റത്തില്ല. If He shuts, nobody can open. ഇന്ന് രാത്രി ദൈവം നിനക്ക് ചെയ്യാൻ പോകയാ. Tonight, God is going to do for you. ഹല്ലേലൂയ. Hallelujah. ദൈവം ഏലിയാവിനെ വിളിച്ചു പറഞ്ഞു, God told Ahab. അവർ ചെയ്യുന്നതെല്ലാം നോക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. He told Elijah, look at all that they're doing. Amen, 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 amen. ദൈവം അതിന് ഇങ്ങനെ പറയുന്നു, This is what the word of God says. അവരെല്ലാവരും കൂടെ വളഞ്ഞിരിക്കുക. All those people are around him. കാളയെല്ലാം റെഡിയാക്കി വെച്ചു. All the oxen are ready. അവർ ഓരോരുത്തർ ഓരോ പേര് പറയുക. They're saying different names. ഓരോ പേരുകൾ. Different names. ഏലിയാവ് ഇതൊന്നും കേട്ടിട്ടില്ല. Elijah has never heard these names. Hallelujah. Hallelujah. ഇതൊന്നും കണ്ട് പേടിച്ചു പോകരുത്. Don't be scared of all these things. എന്റെ പേടി മാറിയതാ. ഗ്ലോറി. Oh, hallelujah. ആമേൻ പറ. Swatram ready. Hallelujah. ഹല്ലേലൂയ. Hallelujah. പല ദേവന്മാരുടെ പേര് പറയുക. Oh, they are saying different names of gods. 850 എണ്ണം ഇല്ലേ? There are 850 gods. Hallelujah. 850 പേര് പറയുക. 850 prophets are saying 850 gods. പാവപ്പെട്ട ഏലിയാവിന് ഒന്നേ പറയാനുള്ളൂ. Elijah has only one to say. Amen, 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 amen. Glory. Praise the Lord. Praise the Lord. നമുക്ക് ഒരേ ഒരു നാമം. We have only one name. യേശുവിൻ നാമം. The name of Jesus. Hallelujah. Hallelujah. നിങ്ങളുടെ നാമം യേശുവിന്റെ നാമമാണ്. Yeah, you know the name of Jesus. ആ നാമത്തിന്റെ പ്രവൃത്തി 3 മാസത്തിനുള്ളിൽ തെളിയപ്പെടും. 3 months you shall know the name of Jesus. നിങ്ങളുടെ ദൂത ദൈവാത്മാവ് പറയുന്നു, The Holy Spirit is telling you. നിങ്ങൾക്കത് തെളിഞ്ഞു വരുന്നുകൊണ്ടിരിക്കുകയാണ്. It is coming for you. കലക്കൽ വെള്ളം പോലെ നിന്ന പ്രശ്നത്തിന് ഉടയ തമ്പുരാൻ അത്ഭുതം ചെയ്യുന്ന രാത്രിയായിരുന്നു. God is doing great things for you tonight. പലപ്പോഴും നിങ്ങളുടെ നന്മകളെ പിശാച് കലക്കി കളഞ്ഞു. Many times Satan has destroyed your good. പലപ്പോഴും നിങ്ങളുടെ വാഗ്ദത്തത്തെ അവൻ അടിച്ചു കളച്ചു കളഞ്ഞു. Many times your promise has been stopped. പരിശുദ്ധാത്മാവ് പറയുന്നു, Holy Spirit says, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി ഇന്നത്തെ രാത്രി tonight nobody can work. നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുക. But my God can work. അതിന്റെ സമയമാണിപ്പോൾ. The time for that. ഹല്ലേലൂയ. Hallelujah. ദൈവം ഏലിയാവിനെ വിളിച്ചു പറഞ്ഞു, God is telling Elijah. അവരെല്ലാവരും കൂടി ഇത് ചെയ്തുകൊണ്ടിരിക്കുക. Everybody is doing their own thing. പല പേരുകൾ വിളിച്ചു പറഞ്ഞു. They're calling different names. ഏലിയാവ് എല്ലാ പേരുകളും കേട്ടുകൊണ്ടിരുന്നു. Elijah was listening to the names. ബൈബിൾ ഇങ്ങനെ പറയുന്നു, Bible says, ഏലിയാവ് ഇവരെ പരിഹസിക്കുന്നു. oh, they are making, Elijah is making fun of them. Amen, amen, amen. ഗ്ലോറി. Glory. കുഞ്ഞെ, നിന്റെ മേലിരിക്കുന്ന അഭിഷേകം നീ ആദ്യം മനസ്സിലാക്കുന്നേ. If only you knew the anointing that is on you. സ്വത്രം. Sotra. ചിലർ അവിടെ കൂടെ പോണ പേടിച്ചാണ് പോകുന്നത്. Some people, you know, when they see temples and all that, they are scared. They walk like this. അവിടെ എന്തോന്നോ ഇരിക്കുന്നെന്നാ തോന്നുന്നു. സ്വത്രം. I think there is some kudotram there. Ayyo. കുഞ്ഞ് അവിടെ ഒന്നും ഇല്ലെന്നേ. There's nothing there. നീ അങ്ങനെ പറഞ്ഞു നോക്കുന്നേ. You speak the word against it. Jesus' name. Hallelujah. Praise the Lord. Praise the Lord. Pastor, ഒന്നുകൂടെ പറ, മനസ്സിലായില്ല. Praise the Lord. എനിക്കല്ല. Hallelujah. നീ ഏതെങ്കിലും പേടിക്കുകയാണോ? Are you scared of something? പിശാചിനെ പേടിയുണ്ടോ? അവിടെ എന്തോ ഇരിക്കുകയാണ്. There's something sitting there. ആ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു. Oh, in my dream I saw something. ഒരു പാമ്പ് പൊങ്ങി വരിക. I saw a snake. ഒരു കാള വരികയാ. I saw an oxen. ഒരു ആന വരികയാ. I saw an elephant. രാവിലെ എഴുന്നേൽക്കുക. You're getting up in the morning. Glory. Glory. Hallelujah. Hallelujah. ദൈവമേ,
child of God, നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ when you get up in the morning, ആത്മാവിൽ നിറഞ്ഞ് filled with the Holy Ghost, ഒരു സ്തോത്രം പറ, ഒരു ഹല്ലേലൂയ പറ. say hallelujah. എത്ര ശക്തനായാലും ശരി, however strong the enemy may be, എത്ര ബലവാനായാലും ശരി, however strong he may be, നീ ആലയത്തിന്റെ അകത്ത് വന്ന് സ്തോത്രം പറഞ്ഞ വ്യക്തിയാ. you are somebody who came into the temple to say praise the Lord. നീയാണ് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നത്. You are the one who said hallelujah. ആ പ്രസന്നത്തിന്റെ നടുവിൽ മാത്രമല്ല നീ ഹല്ലേലൂയ പറയുന്നത്. It is not only in the midst of that you say hallelujah. ആ സമയത്തിലല്ല നീ യേശു എന്ന് വിളിച്ചു തുടങ്ങിയത്. It is not there you started saying praise the Lord. അതിന് മുമ്പേ നീ വിളിക്കാൻ തുടങ്ങി. Even before you started അതിന് മുമ്പേ നീ ആരാധിക്കാൻ തുടങ്ങി. even before you worship God. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. Holy Spirit says, നിന്റെ സ്തോത്രം നിർത്തുമെന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ, if somebody says you stop അത് worshiping, നിന്നോടുള്ള വെല്ലുവിളിയല്ല, it is not a challenge to you. യേശുവിനോടുള്ള വെല്ലുവിളിയാ. ഊഡാബാല ചന്ദന ദരികാബാല ബൗഡാബാല ദീനാബാല അന്തചാര ദൂഡാബാല ഷോരിബാല ഊഡാബാല ഷാരാദീന ബലബാല ഊഡാബാല അന്തബാല ജൂഡാബാല ബൗഡാബാല ദൂഡാബാല ബൗഡാബാല ബൗഡാബാല ജൂഡാബാല ബൗഡാബാല ദൂഡാബാല ബബ അന്തബാല ജൂഡാബാല ബൗഡാര. Hallelujah. സ്വത്രം. നിന്റെ പാട്ട് ഞാൻ നിർത്തുമെന്ന് പറഞ്ഞെങ്കിൽ, if somebody said I'll make you stop singing, നിന്റെ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കുന്നു പറഞ്ഞെങ്കിൽ, if Satan said he'll put you stop, പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, Holy Spirit says, അത് വെല്ലുവിളിക്കുന്നത് ദൈവത്തോടാ. they are challenging God. വെല്ലുവിളി നിർത്താൻ ദൈവാത്മാവ് പറയുന്നു. The Holy Spirit says, നിന്റെ വെല്ലുവിളി നിർത്താൻ ദൈവാത്മാവ് പറയുന്നു. it is God who says this. The blood of Jesus. യേശുവിന്റെ നാമത്തിൽ. Amen, amen. Hallelujah. Hallelujah. Thank you, Lord. ദൈവാത്മാവ് ശക്തമായി തൊട്ടൊരു ദൂതാ. Yes, this is a message that is the Holy Spirit telling me. കാരണം കൂടാതെ ആമേൻ നീ കാരണം കണ്ടുപിടിക്കരുത്. Don't find fault with others when there is no fault. നീ വെറുതെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം നീ അവിടെ ചെന്നിരിക്കരുത്. Don't sit in the presence of God to find fault with people. നീ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആമേൻ പ്രയർ ലൈനിൽ കയറരുത്. Don't get into the prayer line to find fault. നീ കാരണം കണ്ടുപിടിക്കുവാൻ വേണ്ടി പ്രാർത്ഥന സ്ഥലത്ത് ചെല്ലരുത്. Don't get into the prayer cell to find fault with somebody. നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ക്രിസ്തുവിനെ കാണാൻ വേണ്ടി വന്നാൽ നിനക്ക് അത്ഭുതങ്ങൾ നടക്കും. Miracles will happen to you if you come into the church of God, into the prayer line, because you need Christ. പ്രതികാരം യഹോവയ്ക്കുള്ളതത്രേ. Vengeance is mine, says the Lord. നീ ദൈവത്തെ നോക്കി ദൈവത്തെ സ്തുതിച്ചാൽ, if you look at God and glorify God, നിന്റെ നേരെ നീണ്ടുവരുന്ന കരങ്ങൾ ഉടയതമ്പുരാൻ മടക്കും. God will destroy the hand against you. ആത്മാവ് ഞാൻ കാണുന്നുണ്ട്. I see in the Holy Ghost. 3 കരങ്ങൾ പിന്തിരിയുന്ന ദൈവം കാണിക്കുന്നു. I see 3 hands going away from you. 3 കരങ്ങൾ പിന്മാറുന്നത് ഞാൻ കാണുന്നു. I see 3 hands moving away from you. പരിശുദ്ധാത്മാവ് ഞാൻ കാണുകയാണ്. I see it in the Holy Ghost. നിന്റെ നേരെ വിരൽ ചൂണ്ടിയ 3 people who pointed fingers at you, ആ കരം പിൻവലിക്കുകയാണ്. taking their hand. പരിശുദ്ധാത്മാവ് പറയുകയോ, I say in the Holy Ghost, ആഗാമിന്റെ പദ്ധതി പൊളിയുകയോ, Ahab's program is destroyed. ഇസബേലിന്റെ പദ്ധതി പൊളിയുകയോ, Jezebel's program is destroyed. ദൈവത്തിന്റെ പദ്ധതി ചൂടുപിടിക്കുക. The plan of God is becoming strong. ഇതൊരു ചൂടുപിടിക്കുന്ന മീറ്റിംഗ്. This is a meeting that strengthens the people of God. ഇതൊരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയാ. This is a ministry of the anointing. നിന്റെ മേലിരിക്കുന്ന അഭിഷേകം പുറത്തു വരാൻ പോകയാ. The anointing on you is coming out. നിന്റെ മേലിരിക്കുന്ന ദർശനം പുറത്തു വരാൻ പോകയാ. Oh, your mission is coming out. പരിശുദ്ധാത്മാവ് ദൂത് പറയട്ടെ. Holy Spirit says, നിന്റെ ദൈവം നിന്റെ മേൽ വെച്ച അഭിഷേകത്തെ തടയാൻ സാധ്യമല്ല. it is impossible to destroy the anointing of God that is upon you. ഇന്ന് രാത്രി നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയാ. Tonight is the night where you're going to be taken out. നിന്റെ കുടുംബത്തെ പുറത്തെടുക്കുന്ന രാത്രിയാ. Tonight is the night where you'll be taken out. നിന്റെ കുഞ്ഞിനെ പുറത്തെടുക്കുന്ന രാത്രിയാ. Tonight is the night your children are taken out. നിന്റെ ദേശം വിടുവിക്കപ്പെടുന്ന രാത്രിയാ. Tonight is the night the land is being taken നിന്റെ out. വീട് വിടുവിക്കപ്പെടുന്ന രാത്രിയാ. Tonight is the night your house നിന്റെ is സഭ being വിടുവിക്കപ്പെടുന്ന released. രാത്രിയാ. Tonight is the night you are being Glory. Praise the Lord. Praise the Lord. Thank you, Lord. Jesus. Hallelujah. പ്രാർത്ഥിച്ച ദൈവത്തെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ടെ. ഇത് വിളിച്ചു പറയുന്നതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുറച്ചൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ. ഒരക്ഷരം ഞാൻ പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഓരൊക്കെ ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. യെസ്.
Jesus. Amen. Amen. Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. ഞാൻ നിങ്ങളുടെ ദൈവസ്നേഹത്തെ പറയുന്നു. Let me tell you in the love of God. ദൈവം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, when God is doing a work, നിന്റെ ശത്രുവിന് വിശന്നാൽ തിന്മാൻ കൊടുക്കാനാ ബൈബിൾ വാക്യം. the Bible says if your enemy is hungry, go and give him food. എന്റെ നേരെ അവർ ചെയ്തത് കൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തെന്ന് പറയരുത്. Amen. Don't say when something goes against them. Amen. ഒരു double amen പറഞ്ഞേ. That is the love of Allah, ദൈവ സ്നേഹം. Amen. Never point a finger at your enemy when he is destroyed. No. Amen. ദൈവം ശക്തമായി പറയുന്നു. The Lord Holy Spirit tells me. ഇവിടെ അനേകർ സാക്ഷ്യം പറയും പാസ്റ്റർ. Yes, many are going to witness here. Praise God. നിങ്ങളുടെ ഈ സഭയിൽ നിങ്ങൾ സാക്ഷ്യം പറയാൻ എഴുന്നേക്കാൻ പോവാ. Many of you are going to stand up in this church. ഈ മെസ്സേജ് അനേകർ കേട്ടുകൊണ്ടിരിക്കുക. Many people are listening to the word. നിങ്ങളോട് ഞാൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു. And we look at you and say, നിങ്ങൾ സാക്ഷ്യം പറയാൻ പോവാ. You are going to declare testimonies. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. One thing you should understand. നിങ്ങളുടെ നേരെ കൈ ഓങ്ങിയ വ്യക്തിയെ നിങ്ങൾ കുറ്റം പറയണ്ട. Never find fault with the person who Satan has used against you. No. വ്യക്തിക്ക് വന്നതാക്കുന്ന വേദനയിൽ നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കരുത്. Never be happy in the pain. That person is going to come. Yes. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Pray if the Lord leads you to pray. അവരിലേക്ക് ശത്രു ഏതോ തരത്തിൽ ക്രിയ ചെയ്തത്രേ. Yes, Satan has already done something for them. ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും. We are all children of God. ചില വ്യക്തികളെ പിശാച് കയ്യിലെടുക്കുമ്പോൾ അവരെ സ്വഭാവം മാറുന്നു. Yeah, because Satan takes some people, their character changes. അത് നമ്മൾ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അത് മാറുന്നു, ആ വ്യക്തി പുറത്തു വരുന്നു. When we pray, God will release them. നമുക്ക് യുദ്ധം ഉള്ളത് ജഡരക്തങ്ങളോടല്ല. Amen. We do not have any war against any person. വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിൽ ദുഷ്ടാത്മസേനയോടത്രേ. We have battle only against territorial evil spirits. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Amen. Amen. മനസ്സിലായി, പിടികിട്ടി. That is what is happening now. സ്തോത്രം. ദൈവാത്മാവിനോട് ഇങ്ങനെ വ്യക്തമായി വിളിച്ചു പറയുന്നു. The Holy Spirit tells me 50-ലധികം സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 50 churches, problems in 50 churches are being solved tonight. Jesus. Amen. Yes. അവിടുത്തെ പാസ്റ്റർക്ക് അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. The pastors of those churches are not able to control them. അവരുടെ ആത്മീക അന്തരീക്ഷം പല വ്യക്തികളാലും പൈശാചിക പ്രവർത്തനത്താൽ തടയപ്പെട്ടിരിക്കുന്നു. Many churches are struggling because of Jezebel and Ahab. Very simply. പരിശുദ്ധാത്മ പറയുന്നു. The Holy Spirit says 50-ലധികം സഭകളുടെ സ്വാതന്ത്ര്യം ദൈവം ചെയ്യുകയാണ്. More than 50 churches are being released tonight. സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെട്ട സഭകൾ സ്വാതന്ത്ര്യമില്ലാത്ത സഭയ്ക്കായി പ്രാർത്ഥിക്കണം. Churches, you who are free, pray for churches who are not free. Amen. നിനക്ക് ദൈവം സ്വാതന്ത്ര്യം തരപ്പെടുമ്പോൾ സ്വാതന്ത്ര്യമില്ലാത്ത കുടുംബത്തിനോട് നീ പ്രാർത്ഥിക്കണം. When you are released, pray for those who are not released. അങ്ങനെ ദൈവസഭയുടെ കെട്ടുപണി നമ്മൾ ആരംഭിക്കണം. That is how we must begin the work of all the churches of God. ഇത് എത്ര പേർ തയ്യാറുണ്ട്? How many people are ready to say that? ദൈവസഭയെ പൊളിക്കുന്ന പിശാചിനെ നമ്മൾ ഒതുക്കാൻ പോകുകയാണ്. We will destroy every Satan against any church of Jesus Christ. ഭാര്യയും ഭർത്താവിനും തമ്മിൽ പിണക്കുന്ന പിശാച് ഇന്ന് രാത്രി തെറിക്കാൻ പോകുകയാണ്. Tonight, the devil who is destroying the husband and the wife is going to be finished. കുടുംബത്തിന്റെ അകത്ത് കയറി പ്രവർത്തിച്ച പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി തെറിക്കപ്പെടാൻ പോകുകയാണ്. Every demon among families will be destroyed. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ദൂതത്രേ ഇത്. Holy Spirit is telling you a sharp message. കാരണം ഏലിയാവ് പറഞ്ഞു, ഞാൻ തുടങ്ങിക്കഴിഞ്ഞ പിന്നെ ഒന്നുകൂടെ നിൽക്കത്തില്ല. Elijah says, once I start, nothing can stand against me. ഹല്ലേലൂയ. Hallelujah. ദൈവം ഏലിയാവിനെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. God told Elijah, അവർ ചെയ്യപ്പെടുമ്പോൾ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. they will do something, don't be scared. അവരെ എണ്ണം നോക്കി നീ പേടിക്കേണ്ട കാര്യമില്ല. Don't look at their number. അവിടെ തീ കത്തിക്കും. Oh, they are busy making some fire. അവിടെ മെഴുകുതിരി കത്തിക്കും. They will put some candle. അവിടെ വേറെ പല സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കും. They will go and keep many things നീ there. കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങൾ നീ അവിടെ കാണും. They will keep many things which you have never നീ seen. ഇതിനെ ഒന്നും കണ്ട് പേടിക്കണ്ട. You don't be scared about anything. നിന്റെ സമയമായത്. This is your time. Hallelujah. Hallelujah. Praise the Lord. Hallelujah. നിങ്ങളുടെ സമയമാ. Your time. സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൂത് പറയട്ടെ. The Holy Spirit says, ഏലിയാവിനെ ദൈവം വിളിച്ചു പറഞ്ഞു, God told Elijah, ഇതൊന്നും കണ്ട് നീ പേടിക്കണ്ട. don't be scared with all these things. നിനക്ക് ഞാൻ സമയം തരും. I'll give you time. അപ്പൊ നിന്റെ സമയമാ. That is your time. എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അവര്. Let them do anything. അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുക ചെയ്യട്ടെ. Whatever they want to do, let them do. അവസാനം അവർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. Finally they start doing like this. ഏലിയാവിന് ഒരു അനക്കവും ഇല്ല. Elijah was keeping quiet. അവനൊരു കുലുക്കവും ഇല്ല. He has no shaking. ഏലിയാവാണെങ്കിൽ കുലുങ്ങൂല. Elijah will not shake. Glory. Hallelujah. Glory. കുഞ്ഞ നീ ദൈവവൈദ്യനാന്നേ. You are a child of God. എന്തിനാ കടന്ന് കൊടുക്കുന്നേ?
Why are you shaking? Oh, സ്വതം പറഞ്ഞേ. Hallelujah. Amen. നിന്റെ സമയം വന്നോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. Your time is only coming. Clear. Clear. Glory. നമുക്കൊരു സമയമുണ്ട്. We have a time. ഇല്ലേ? Amen. അത് ഇപ്പോഴൊന്ന് പറ. Say it is now. Amen. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Hallelujah. Hallelujah. Amen. Glory. Praise the Lord. Praise the Lord. ഏലിയാവോട് ദൈവം പറഞ്ഞു, God told Elijah, നീ അവിടെ മര്യാദയ്ക്ക് നിൽക്കുക. stay where you are. നീ ഒരു കാര്യം ചെയ്യണം. You do one thing. നീ ചുമ്മാതെ നിൽക്കരുത് അവിടെ. Don't just sit like that. അവരെ കളിയാക്കാൻ പറ. Keep provoking them. Glory. Hallelujah. ഒരു സ്വതന്ത്രം പറ. ഏലിയാവ് കളിയാക്കാൻ കാരണമുണ്ട്. You know why Elijah is making fun of them? ഏലിയാവാണ് അവരെല്ലാം വിളിച്ചു കൂട്ടിയത്. Because it's Elijah who called them all together. Glory. Hallelujah. Sotram. ഈ ഏലിയാവിനെ കൊല്ലാൻ വേണ്ടി വന്നവർ ഇവരെല്ലാം. They all came to kill Elijah. ആത്മാവ് ദൂത് പറയുന്നു. Holy Spirit says, ചില ഹൈന്ദവ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ആഭിചാര ഇതര പ്രവൃത്തികൾ ചെയ്യപ്പെട്ട വ്യക്തികളെ ദൈവം പിടിക്കാൻ പോകുകയാ. God is going to take some people who are involved in sorcery. നിന്റെ കുടുംബത്തെയും നിന്റെ കുഞ്ഞുങ്ങളെ തരിപ്പണമാക്കത്തക്ക തരത്തിൽ മുന്നോട്ട് കൈ കാൽ വെച്ച ചില വ്യക്തികൾ യേശുവെന്ന് വിളിക്കാൻ പോകുകയാ. Some people who are against you are going to call Jesus. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു. Holy Spirit says clearly, സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി കർമ്മേലിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടാൻ പോകുകയാ. if God has brought fire in Carmel, tonight it will happen. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ പോകുകയാ. Tonight it is going to happen in your home. ഇന്ന് രാത്രി നീ പൂർണ്ണമായി വിശ്വസിക്കണം. Tonight believe with all your heart. ഇതൊരു കർമ്മേൽ പർവ്വതമത്രേ. This is a mountain of Carmel. ദൈവം ഏലിയാവോട് പറഞ്ഞു, God told Elijah, അവർക്ക് ഒരു അല്പസമയം കൂടെ ഉണ്ട്. they have a little more time. ഞാൻ അവർക്ക് ഉച്ച വരെ കൊടുത്തിരിക്കുക. I have given them time till the afternoon. Amen. ഇതിന്റെ ഇടയ്ക്ക് എന്തെല്ലാം പറഞ്ഞാലും അവർ നിർത്തൂല. In between whatever you say, they won't stop. Glory. Praise the Lord. നമ്മൾ പറയാണ്, കർത്താവേ, we are saying, Lord, വാച്ച് ഓടുന്നില്ലല്ലോ. Lord. ഒരു ഹല്ലേലൂയ. ആമേൻ. ഏലിയാവിന് ദൈവം സമയം കൊടുത്തിരിക്കുക. God has given time for Elijah. ഉച്ചയാവട്ടെ. Wait till your time. ഞാൻ വെച്ചിട്ടുണ്ട്. I have kept for you. സ്തോത്രം പറ. ഉച്ച വരെ ഏലിയാവ് നോക്കിയിരിക്കുക. So Elijah is waiting till the afternoon. ഇവൻ ചുമ്മാതല്ല ഇരിക്കുന്നത്. He is not just sitting like that. ഇവൻ അവരെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. He is making fun of them. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? This is what we do. സ്തോത്രവും ഹാലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുക. We keep on saying Stotram, hallelujah. നമുക്കറിയാം സംഭവിക്കും. We know it will happen. Amen. Glory. സ്തോത്രം. ആലയത്തിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ മൗനമായിരിക്കരുത്. When you come into the temple of God, don't shut up. Start speaking the word of God. പ്രാർത്ഥനയ്ക്ക് ഇരിക്കപ്പെടുമ്പോൾ വാടച്ചു വെക്കരുത്. Don't keep your mouth shut when worship is going on. അതെന്താ നിങ്ങൾ പ്രൈസ് ദി ലോർഡ്, ഈ വെള്ളം ഞാൻ ഇപ്പോൾ കയ്യിലെടുക്കുകയാണ്. That is why I'm taking this water. ഞാൻ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അറിയാതെ എൻ്റെ വാ തുറക്കുക. Even without, when I take, automatically my mouth is opening. ആലയത്തിന്റെ അകത്ത് വരുമ്പോൾ നീ അറിയാതെ വാ തുറക്കുക. When you start worship, automatically your mouth must open. Hallelujah. നീ സ്തുതി സ്തോത്രങ്ങൾ പറയണം. You must praise and worship God. ബൈബിൾ ഇങ്ങനെ പറഞ്ഞു, നിന്റെ വായെ വിസ്താരിച്ച് തുറക്ക്. Bible says open your mouth wide. എങ്കിൽ നിന്റെ വായ ദൈവം നിറയ്ക്കും. God will fill your mouth. പേടിച്ചു പോകല്ലേ. ഹാലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. നമ്മൾ തുറന്ന് പ്രാപിക്കേണ്ടത് തുറന്ന് തന്നെ ചെയ്യണം. We open our mouth, we must open our mouth. പരിശുദ്ധാത്മാവ് ഞാൻ ശക്തമായി പറയുന്നു. I say in the Holy Ghost. ഏലിയാവിന്റെ ശബ്ദം ആമേൻ കർമ്മേൽ പർവ്വതത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. Elijah must keep on speaking in Mount Carmel. എങ്കിലേ അവരുടെ പൂജകൾ അതിന്റെ ശക്തി കെടു. Then only that false worship will come to an end. നിന്റെ വീട്ടിൽ പ്രശ്നം കാണുമായിരിക്കാം. There may be problems in your house. നീ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, തകരും. Keep on worshiping God. ദൈവാത്മാവിന്റെ ശക്തമായ ദൂതായത്. The Holy Spirit is giving a powerful ദൈവം message. ഏലിയാവിനെ വിളിച്ചു പറയുന്നു. God is telling Elijah, അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ വാ പൂട്ടിയിരിക്കരുത്. Don't keep your mouth shut when they keep on doing against you. നിന്റെ ശബ്ദം ആ പ്രശ്നത്തിന്റെ അകത്ത് കയറണം. Your sound must go into the problem. ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയട്ടെ. The Holy Spirit is saying, നിന്റെ വാക്ക് ആ പ്രതികൂലത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞു. Your voice has gone into the problem. നിന്റെ വായിൽ കൂടി വന്ന പ്രാർത്ഥന വാക്ക് അതിന്റെ അകത്ത് അധികാരത്തോടെ കയറി കഴിഞ്ഞു. Your prayer has gone into the problem. ഇന്ന് രാത്രി ഞാൻ കാണുന്നുണ്ട്, പൊട്ടുന്നുണ്ട്. I am seeing
Something is breaking. ഇന്ന് രാത്രി ഞാൻ കാണുന്നുണ്ട്, അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. Tonight I'm seeing something is happening. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച ദൈവത്തിൽ നന്ദി പറഞ്ഞാട്ടെ. ഉടബലബലബ ഷൗഡാരാജ റീഖാബാല ഷൗഡാബാര അന്തർബൗട്ട റീബലബലബ ഷൗഡാരാജ റീബാലബ റൗഡാബാര ദുടബലബ ഊദബലപ്ത ബൗഡം ചാര ദീരാബല ചാര ദിനേശമ. Jesus. Amen. Praise the Lord. Praise the Lord. അവസാനം ഇവർ ചെയ്ത ഒരു പരിപാടിയുണ്ട്. Finally they did something. ഏലിയാവ് ഇതൊന്നും കണ്ട് പേടിക്കുന്നില്ല. Elijah is not scared of all this. അവരുടെ കാര്യം ചെയ്തു. They did something. വാളെടുത്തു. They took a sword. അവരുടെ കൈ തന്നെ അങ്ങ് മുറിച്ചു. They began to wound their own hands. അവരുടെ ശരീരത്തിൽ രക്തം ഒഴുകാൻ തുടങ്ങി. Blood began to come out of their body. Glory. Amen. അവസാനം നിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയും, Finally they come at your face and say, ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. I will commit suicide. ഹല്ലേലൂയ. മുമ്പേ പറഞ്ഞിട്ടുള്ളതാ. സ്തോത്രം. Yes. ഞാൻ ആദ്യമായിട്ട് സഭായോഗം ആരംഭിക്കുമ്പോൾ When I first started the meetings, എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, one man told me, നിങ്ങൾ പെന്തക്കോസ്തിന്റെ ആരാധന ഇവിടെ തുടങ്ങുമെങ്കിൽ ഞാൻ കിണറ്റി ചാടി മരിക്കും. if you start the Pentecostal worship, I will jump into the well. Glory. അവർ മരിക്കുമെന്ന് പറഞ്ഞു. He said, I'll die. ഞാൻ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. I began to pray. കർത്താവേ, ഞാൻ ഇവിടെ ആരാധന തുടങ്ങുന്നത് ഇവർ മരിക്കാൻ വേണ്ടിയല്ല. Lord, I have not started the worship for them to die. ഇവർ ജീവിക്കാൻ വേണ്ടിയാ ഞാൻ തുടങ്ങി. It is for them to live that I started. ഇവർക്ക് അറിയില്ല കർത്താവേ. They don't know it, God. ഞാൻ പറഞ്ഞാലൊട്ട് അവർ കേൾക്കത്തുമില്ല. They won't listen to what I say. അത് കർത്താവ് തന്നെ പ്രവർത്തിക്കണം. The Lord, you work. കർത്താവ് പ്രവർത്തിച്ചത് 11 വർഷം കഴിഞ്ഞ. 11 years later, the Lord worked. അനേക പേപ്പറുകൾ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. I wrote in many papers. 11 വർഷം. 11 വർഷം. Praise the Lord. അനേക പേപ്പറുകൾ ഞാൻ പേര് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. In many papers, I wrote his name and prayed. പേപ്പർ കീറിയതല്ലാതെ അവിടെ ഒരു മാറ്റവുമില്ല. The paper was torn, no change there. എന്റെ പ്രതീക്ഷ എല്ലാം പോയി. All my expectation is gone. എന്റെ ദൈവമേ, ഇതെന്തൊരു സാധനം. Oh my God, what kind of a person is this? ഇങ്ങനെയുണ്ട് ആൾക്കാർ. Are there people like this? ഞാൻ ദൈവത്തോട് വിളിക്കാൻ തുടങ്ങി. I began to call upon God. പക്ഷെ സ്വർഗം തൊട്ട് ഞാൻ കണ്ടില്ല. I did not know God had touched them. അവരെ ഒരു തലമുറയെ ദൈവം തൊട്ടു. The next generation God touched. ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ വെളിപ്പെട്ടത്. The way of God revealed like this. അവരെ മകൾ ഒരു തീരുമാനം എടുത്തു പറഞ്ഞു. Their daughter took a decision and said, യേശുവേ, എന്നെ നീ സൗഖ്യമാക്കിയാൽ Jesus, if you heal me, ഞാൻ സ്നാനപ്പെട്ടുകൊള്ളാം. I will be baptized. അവളുടെ തീരുമാനത്തിൽ യേശു അവളെ സൗഖ്യമാക്കി. Jesus healed her in her decision. അവർ സ്നാനപ്പെടാൻ വളരെ തടസ്സമായിരുന്നു. She had a big problem in being baptized. അവരെന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, They told me like this, ഞാൻ ഒരിക്കലും ഇതിലേക്ക് വരത്തില്ലെന്നാ പറഞ്ഞത്. I will never come here, I said. പക്ഷേ കർത്താവ് തൊടാനിടയെ തുറന്നു. But the Lord began to touch. ഒരു അത്ഭുതം അവിടെ നടന്നു. A miracle took place. ആ മകൾ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടും. That child said, I will be ആ baptized. സ്നാനപ്പെടുന്നു പറഞ്ഞപ്പോൾ അവരെ അമ്മയും പറഞ്ഞു, എന്നാൽ ഞാൻ The സ്നാനപ്പെടും. mother said, then I'll also be baptized. അപ്പൊ അമ്മ സ്നാനപ്പെടാൻ പോയപ്പോ മൂത്ത മകൾ പറഞ്ഞു, ഞാൻ The elder സ്നാനപ്പെടും. daughter said, I'll also be baptized. ആ അവസാനം ഇവനെ പോലെ ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിയാ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. A small fellow said, if I baptize, I will drown. ദൈവം ചെയ്ത അത്ഭുതം അത്ര ഭയങ്കരം. These are the miracles which God did. ഞാൻ പരിശുദ്ധാത്മാവിൽ ശക്തമായി വിളിച്ചു In the പറയട്ടെ, Holy Ghost, let me tell you, അവരെല്ലാം ദൈവം നേടുവാൻ ഭാഗ്യമൊരുക്കി. God opened an opportunity to raise them all. വർഷങ്ങൾ പഴക്കം ചെന്നെന്ന് പറഞ്ഞ് നീ പതറിപ്പോകരുത്. Do not worry that time has gone. നീ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തുപോയെന്ന് നീ പറയരുത്. Don't say you're fed up by praying. അനുഭവം ആമേൻ കണ്ട വ്യക്തി പ്രസംഗിക്കുന്നത്. I am preaching because I've experienced it. യേശു, ഞാൻ വിചാരിച്ചു എല്ലാ പ്രതീക്ഷയും പോയെന്നാ പറഞ്ഞത്. I thought all my expectation was gone. ഞാൻ എന്റെ വായിക്കൊണ്ട് തന്നെ പറഞ്ഞു എല്ലാം കഴിഞ്ഞെന്നാ പറഞ്ഞത്. I said with my own mouth, I think everything is over. പക്ഷെ ദൈവം പ്രവർത്തിച്ച് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. But I did not know God had worked. നാളുകൾ കഴിഞ്ഞ് അവർ കർത്താവിനെ അറിഞ്ഞു വന്നപ്പോൾ, Many years later when they came to know Jesus. ഇന്ന് ഏറ്റവും അധികം എന്നെ കരം താങ്ങുന്ന ഒരു കുടുംബം. Oh! That's a family. That is my strong hand. Hallelujah. നിന്നോട് എങ്ങനെ ശത്രുത പുലർത്തുന്നുവോ, However much they have made your enemies, യേശു തൊട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും വലിയ മിത്രമായി when മാറും. Jesus has touched, they shall be your friends. Hallelujah. നമ്മുടെ യേശു പിണക്കത്തിന്റെ ദൈവമല്ല. Hallelujah. Our Jesus is not a God of enmity. പിണങ്ങിയിരിക്കുന്നവരെ ഒന്നാക്കുന്ന നാമം യേശുവിൻ്റെതാണ്. Our Jesus brings people together. യേശുവിന്റെ പ്രവൃത്തി അത്രയും അങ്ങനെ തന്നെയാണ്. Jesus' work is always like that. ഏലിയാവ് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. Elijah began to pray. അവൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തൊട്ടിങ്ങനെ ചെയ്തു. Oh, before he prayed, he did like this. അവർക്കെല്ലാം സമയം കൊടുത്തു. He gave them all their time. അവസാനം രക്തം ഒഴുക്കാൻ തുടങ്ങി. Finally, they began to shed blood. ഏലിയാവ് ഭയപ്പെടുന്നില്ല. Elijah is not scared. അവസാനം ഇവർ ഇങ്ങനെ സമ്മതിച്ചു, Finally, they agreed like this. ഞങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുക, Our time is over. ഇനി ഒരു രക്ഷയുമില്ല. No, nothing can be done. അവർ സമ്മതിച്ചു. They agreed their defeat. അവർ സമ്മതിക്കുന്നത് വരെ നീ മൗനമായി നിൽക്കണം.
till they agree their defeat, you shut up. അവരുടെ സമ്മതം മൂളുന്നതുവരെ നീ നോക്കിയിരിക്കണം. Wait till they say we cannot do it. ഇതിനകത്ത് ശക്തമായി ദൈവം തുടർന്ന് ദൂതായത്. This is a word the Lord is bringing to the church, to you. ഞാൻ എന്റെ അന്തരാത്മാവിൽ ശരിക്കും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. I am knowing it in my inner man. ദൈവം ഏലിയാവിനെ വിളിച്ചു പറഞ്ഞു. God told Elijah, അവർ എല്ലാം നിർത്തുന്ന സമയത്തിൽ നീ ചലിച്ചു തുടങ്ങണം. you must begin to work when they put their activities to rest. ഏലിയാവിന് അവിടെ ചലിക്കുവാൻ ദൈവം അവസരം കൊടുക്കാൻ കാരണം ഇതാണ്. The reason why God allowed Elijah to work was this. അവർ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കപ്പെടുമ്പോഴും ഏലിയാവിന്റെ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. Elijah was still, his voice was heard, he was provoking them. എന്നാൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയട്ടെ. Let me say in the Holy Ghost, ഏലിയാവിന്റെ ടൈം ആയപ്പോൾ, when it was time for Elijah, ഏലിയാവിന്റെ സമയമായപ്പോൾ, it was time for Elijah, എല്ലാ വായും ദൈവം അടച്ചു. God shut every mouth. മൊത്തം അടഞ്ഞു. Everything was stopped. നിന്റെ മേലുള്ള വാഗ്ദത്തം വെളിപ്പെടുമ്പോൾ, when the revelation promise about you will come, നിന്റെ വാഗ്ദത്തത്തിന് തടസ്സമായി നിന്ന വ്യക്തിയുടെ വായ ദൈവം അടയ്ക്കും. God will shut the mouth of the person against your promise. നിന്റെ വാക്കു മാത്രം ആ വീട്ടിൽ മുടങ്ങും. Only your sound, your word will be in that house. നിന്റെ വാക്കു മാത്രം ആ ഓഫീസിൽ മുടങ്ങും. Only your word will remain in that office. നിന്റെ വാക്കു മാത്രം ശക്തിപ്പെടും. Only your word will become strong. ദൈവം ഏലിയാവിനോട് വിളിച്ചു പറഞ്ഞു, God told Elijah, നിന്റെ സമയമായി കഴിഞ്ഞു. your time is coming. അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, He said like this, എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. all right, everybody come near me. എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. Come near me. എല്ലാവരും എന്റെ അടുക്കൽ വരികയാണ്. Everybody is coming there. ഇവൻ കാളയെ എടുത്തു. He took the oxen. എല്ലാം റെഡിയാക്കി. He prepared everything. ആമേൻ. വിറകിന്റെ പുറത്ത് അങ്ങോട്ട് അടുക്കി വെച്ചു. He put everything on the wood. എല്ലാ കാളയെല്ലാം നന്നായിട്ട് റെഡിയാക്കി അങ്ങോട്ട് വെച്ചു. സ്വത്രം. All the oxen was prepared. നല്ല ചാലൊക്കെ അങ്ങോട്ട് സ്വത്രം. He put everything in the right way. വെള്ളം അങ്ങോട്ട് കൊണ്ട് ഒഴിക്കാൻ തുടങ്ങി. Water was poured. ചാല് നിറച്ച് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. The duct was full of water. യാഗവസ്തു പ്രൈസിലോടെ വെള്ളം കൊണ്ട് നിറഞ്ഞു. Only that sacrificial thing was filled with water. ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാൻ In the Holy Ghost, I tell you something. നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരണമെങ്കിൽ നിന്റെ കണ്ണുനീർ ഒഴുകണം. If your problem has to have a solution, tears must overflow your problem. ആ യാഗവസ്തുവിന്റെ പുറത്ത് കണ്ണുനീർ വീഴണം. That thing, that sacrificial thing must be touched with your tears. നിങ്ങൾ ചിന്തിക്കും, എബനേസർ പാസ്റ്റർ എന്താ ഇതിൽ നിന്ന് ചാടുന്നതെന്ന് ചോദിക്കും. Tonight you may ask, why are you seeing that, Ebenezer pastor? ഏകദേശം 1.5 വർഷക്കാലത്തോളം ഞാൻ എന്റെ റൂമിൽ നിന്ന് ചാടി പ്രസംഗിച്ച ഒരു വ്യക്തി അത്ര. About 1.5 years I have been preaching in my room. ഞാൻ ഇതുപോലെ ചുവർ നോക്കി വിളിച്ചു പറയുമായിരുന്നു, നീ മാനസാന്തരപ്പെടുക. I would look at the windows and say, be repent. ഇല്ലെന്ന് വരികിൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ നേരെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന് കരയുമായിരുന്നു. I used to cry, otherwise the judgment of God will come on you. ഇന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ വിളിച്ചു പറയട്ടെ. Let me tell you, in the love of God, ഞാൻ പ്രസംഗിക്കുമ്പോൾ അറിയാതെ ആത്മാവിന്റെ മേൽ ഇറങ്ങി ഞാൻ ചാടിപ്പോകുകയാ. Tonight, without my knowledge, the Holy Spirit comes on me. പരിശുദ്ധാത്മാവ് ഞാൻ വ്യക്തമായി ദൂത് വിളിച്ചു പറയട്ടെ. In the Holy Ghost, let me tell you, നിന്റെ കരയുവാൻ നിനക്ക് ഒരു റൂം ഉണ്ടെങ്കിൽ, if you have a room to cry, നിനക്ക് കരയുവാൻ ഒരു ഇടമുണ്ടെങ്കിൽ, if you have a place to cry, അത് പരാജയമായി തീരത്തില്ല. it will not be a failure. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാവേ, Oh mother who you are crying, ഒരു പരിഹാരം തരണമേ എന്ന് പറഞ്ഞ് വിളിക്കുന്ന യൗവനക്കാരാ, oh young man praying for a solution, ഇന്ന് രാത്രി നിന്നെ തൊട്ട് ദൂത് വിളിച്ചു പറയുക. tonight I am touching you and declaring the word. യഹോവയുടെ തീ ഇറങ്ങാൻ സമയമായി. Time for the fire of God. ദൈവത്തിന്റെ തീ ഇറങ്ങാൻ സമയമായി. Time for the fire of God. ആ കണ്ണുനീരിന്റെ പുറത്ത് തീ ഇറങ്ങാൻ സമയമായി. God is bringing fire on your tears. ആ പ്രശ്നത്തിന്റെ നടുവിൽ തീ ഇറങ്ങാൻ On സമയമായി. your problem tears. പ്രശ്നം എന്റെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് എഴുന്നേറ്റ് നിന്നാട്ടെ. Those who have a problem tonight want you to stand up in the presence of God. എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെന്നുള്ളവർ എഴുന്നേറ്റ് നിന്നാട്ടെ. Those who think you have a problem in your എന്റെ life, ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്നാട്ടെ. please stand up. Those who have a problem, ഏലിയാവിന്റെ ദൈവം തീ ഇറക്കാൻ പോകുകയാ. the God of Elijah will bring fire. ഏലിയാവിന്റെ ദൈവം തീയുടെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാ. The God of Elijah will bring fire. കരഞ്ഞ മാതാവേ, നിന്റെ വിടുതലില്ലെന്ന് നീ പറയരുത്. Precious mother, don't say you have no solution. വാവിട്ട് വിളിച്ച യൗവനക്കാരാ, നിനക്ക് പ്രശ്ന പരിഹാരമില്ലെന്ന് നീ പറയരുത്. Young man who cried, don't say you have no solution. തകർന്നു പോയ ജീവിതമേ, നീ തകർന്നു നീ പറയരുത്. Oh broken life, don't say you are ഇന്ന് broken. രാത്രി നിന്റെ പ്രശ്ന പരിഹാരമാ. Tonight is the night of your ഞാൻ solution. പരിശുദ്ധാത്മാവിൽ ശക്തമായി വിളിച്ചു പറയുന്നു, In the Holy Ghost I നീ say, കരഞ്ഞ റൂമിനകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ in പോകുന്നു. the room where you cried, the power of God is നീ coming. കരഞ്ഞ വിഷയത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ Where you പോകുന്നു. cried, the power of God is നീ coming. വിശ്വാസത്തോടെ അവിടെ വിളിച്ചു പറഞ്ഞാട്ടെ. Oh, cry out with faith. എന്റെ ആ വിഷയം ചൂടുപിടിച്ചു തുടങ്ങി.
തുടങ്ങി. The vision is on fire. ആ വിഷയത്തെ ഓർത്തിട്ട് ഞാൻ കരയത്തില്ല. You will not cry with that topic again. ആ വിഷയത്തെ നോക്കി ഞാൻ ചിരിക്കാൻ പോകുന്നു. Oh, you are going to be on fire. യഹോവ എന്റെ വായിൽ ചിരി തന്നിരിക്കുന്നു. God has given me fire in my mouth. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ സന്തോഷം തരാൻ പോകുന്നു. My God is going to give me joy. പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുന്നു. Holy Spirit says. ഇപ്പോൾ തന്നെ 3 കുടുംബങ്ങൾ ഇതിനകത്ത് വിടുവിക്കപ്പെടുന്നു. Even now 3 families are released. ഇതിനകത്ത് 3 കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നു. 3 families are being released. പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ച് പറയുന്നു. Holy Spirit says. 3 കുടുംബങ്ങൾ വിടുവിക്കപ്പെടാൻ 3 പോകുന്നു. families are released. നിന്റെ വിടുതൽ നിന്റെ അടുക്കലെത്തി കഴിഞ്ഞു. Your deliverance is നീ ready. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കാം. Oh, bow. പ്രസരമെന്ന് പറഞ്ഞ സഹോദരാ, Oh, brother. പ്രസരമെന്ന് പറഞ്ഞ സഹോദരി, Oh, sister, you said problem. നിന്റെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. Your release is happening. ഇന്ന് നീ അറിയാതിരിക്കരുത്. Do not. You should know this ആ tonight. ദൈവ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. The work of God is happening. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. I am seeing it in the Holy Ghost. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. I see it in the Holy Ghost. ഏലിയാവിന്റെ ദൈവം തീയിറക്കാൻ പോകുകയാ. Oh, fire is coming on Elijah. ആഗാബിന്റെ പ്രവാചകൻ നോക്കി നിൽക്കുന്നുണ്ട്. The prophets of Baal are looking at ഇസബേലിന്റെ you. ശക്തികൾ നോക്കി നിൽപ്പുണ്ട്. Jezebels are watching you. അതൊന്നും ഏലിയാവിന്റെ പ്രാർത്ഥന തടയാൻ കഴിയുന്നില്ല. Nothing can stop Elijah. അവരുടെ സമയം തീർന്നിരിക്കുന്നു. Her time is over. അവരുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. Her time is over. ഇന്ന് രാത്രി നമ്മുടെ സമയമാ. Tonight is our time. ഏലിയാവിന്റെ ദൈവമേ, God of Elijah. ഏലിയാവിന്റെ ദൈവമേ, God of Elijah. ആ തീ ഇവിടെ ഇറങ്ങട്ടെ. Let that fire come today. അഭിഷേകം വെളിപ്പെടട്ടെ. Let the anointing ആ come. കരങ്ങളെ അടിച്ച് ദൈവം നന്ദി പറഞ്ഞാട്ടെ. Let us put our hands ആ കരങ്ങളെ അടിച്ച് ദൈവം നന്ദി പറഞ്ഞാട്ടെ. together. ഓ റബലബലബ ശൗഡാരബലബലബ ഹംബബബലബലബലം ശൗഡാരദ രീബലബലം ഷാരബലബ ഹന്ദബല ചൂഡബല ബൗഡാരഗൽ കരദുഡബല ബൗഷാരകേരഗ. Thank you, Lord. Glory. 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 Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. പരിശുദ്ധാത്മാവിന്റെ ദൂതാ ഞാൻ വിളിച്ചു പറയുന്നത്. I'm telling you the message from the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ ദൂതാ ഞാൻ വിളിച്ചു പറയുന്നത്. I'm telling you the message from the Holy Ghost. ആഹാബിനും ആബന്റെ കൂട്ടരുതാകുന്ന ആമേൻ പ്രവർത്തനങ്ങൾ അവസാനിച്ചിരിക്കുന്നു. Ahab, Jezebel, the work is over in Philadelphia, in America. നീ കേട്ട വചനത്തിൽ നീ ഇപ്പോൾ ശക്തനാകണം. You must be strong in the word that you heard. ഞാൻ പ്രസംഗിച്ച ദൈവവചനം നിന്റെ അനുഭവമാണെങ്കിൽ നീ ഇന്ന് പറയണം എന്റെ വിടുതൽ ആയി. If what I spoke was your experience, say, I have been delivered. നീ ഉറപ്പിച്ചിട്ട് നിന്റെ വീട്ടിൽ വിശ്വാസത്തോടെ കാല് വെക്ക. Believe, go back home with faith. നീ വിശ്വസിച്ചിട്ട് ആ പ്രശ്നം നടന്നെന്ന് പറഞ്ഞേക്ക. Say, because you believe that problem is over. അതിന്റെ പരിഹാരം വന്നെന്ന് പറഞ്ഞാട്ടെ. Say, the solution has come. നീ കേട്ട വചനം തീയുടെ വചനമത്രേ. What you heard is a word of fire. ഒരിക്കലും കത്താത്തത് ഇന്ന് രാത്രി കത്തിപ്പോയിരിക്കുക. What has never burned has burned off tonight. Amen, amen, amen. ഒരിക്കലും ഒടിയാത്തത് ഇന്ന് രാത്രി ഒടിഞ്ഞു കഴിഞ്ഞിരിക്കുക. What has not been broken has been broken tonight. ആത്മാവിന്റെ ദൂത് വിളിച്ചു പറയുന്നു. Holy Spirit says, ഇതൊരു അത്ഭുതത്തിന്റെ രാത്രിയാണ്. tonight is a night of miracle. നിങ്ങളുടെ അടുക്ക് നിൽക്കുന്നവരെ കരമൊന്ന് പിടിച്ചാട്ടെ. Hold somebody next to you. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ കരമൊന്ന് പിടിച്ചാട്ടെ. Hold somebody next to you. നിങ്ങൾ കരത്തിൽ പിടിച്ചിരിക്കുമ്പോൾ തന്നെ When you hold your hand, നിങ്ങൾ വിശ്വസിക്കണം. you must believe. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. Our God is a God of miracles. പരിശുദ്ധനെ വിളിച്ചു പറയട്ടെ. In the Holy Spirit say, നമ്മൾ വെറുതെയല്ല കരം പിടിച്ചിരിക്കുന്നത്. we're not holding hands just like നമ്മൾ that. ക്രിസ്തുവിലൊന്ന്. We are in Christ one. ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ We are one in Christ. നിങ്ങളുടെ കരത്തിൽ പിടിച്ചിരിക്കുന്ന വ്യക്തിയുടെ വിഷയം ഏതായാലും Whatever the problem of the person next to you, പ്രശ്ന പരിഹാരം സംഭവിക്കാൻ പോകുന്നു. it is going to happen. അതിന് പരിഹാരം ഇപ്പോൾ വരാൻ പോകുകയാണ്. The solution is coming. എല്ലാവരും വായി തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. Open your mouth. വ്യക്തികൾ വിടുവിക്കപ്പെടട്ടെ. Let people be released. കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ. People be released. ദേശം വിടുവിക്കപ്പെടട്ടെ. Let the people be released. അനേക രാജ്യങ്ങൾ വിടുവിക്കപ്പെടട്ടെ. Let countries be released. അനേക വ്യക്തികൾ വിടുവിക്കപ്പെടട്ടെ. Let countries be released. ഇന്ന് രാത്രി വിടുതൽ നടക്കുന്നു. Tonight, yes, it's ആ happening. കരങ്ങൾ അടിച്ച് ദൈവത്തെ നന്ദി Put പറഞ്ഞാട്ടെ. your hands together. ആ കരങ്ങൾ തൊട്ട് ദൈവത്തെ നന്ദി പറഞ്ഞാട്ടെ. Touch. ഓ റിബല ബൗഷബ റബ റബ പൗഡ ലക്ക വാല പൗഡ വാല. Hallelujah. ആമേൻ. Hallelujah. Hallelujah. ഊഡ ബല ബല ഷപ്പ ബബ Hallelujah. റിബല പൗഡ വരാതര. Hallelujah. ഹന്ദല ബല ബല ബൗഷ ചാര ദീരാ ബല ബൗഷ ബറ ബറ. റൂഗ ബല Hallelujah. ബപ്പ റബ പവ റിബ Oh. പൗഡ രാക്കല ബൗഡ. ഹന്ദല ബൗഷ മൻകട ദുരബൽ പൗഡ റിബാല ബബ. ശക്തിയോടെ 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 വിശ്വസിച്ച് വിശ്വസിച്ച് അത്ഭുതമാ അത്ഭുതമാ. Hallelujah. ഹല്ലേലൂയ. Hallelujah. എല്ലാവരും ഇരുന്നാട്ടെ.
Please be seated. ദൈവാത്മാവ് ശക്തമായി തൊടുന്നു. The Holy Spirit is touching you. ഏലിയാബിന്റെ പ്രാർത്ഥന ഉയരത്തിലേക്ക് പൊങ്ങാൻ തുടങ്ങി. Elijah's prayer began to ascend. ഏലിയാബ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, Elijah said like this, ഇസ്രായേലിന്റെ ദൈവമേ, God of Israel, നീ തന്നെ ദൈവം, you alone are God. നീ പറഞ്ഞിട്ടാ ഞാൻ സ്നാനപ്പെട്ടത്. I was baptized because you told me. നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത്. I am like this because you told me. നീ പറഞ്ഞിട്ടാണ് ഞാൻ അത് തുടങ്ങിയത്. I started it because you told me. നീ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. I went there because you told me. ഇത് ഞാൻ പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല. They are not believing when I say it. നീ അത് തെളിയിക്കണമേ. You have to prove it. Amen. Hallelujah. Hallelujah. Glory. Glory. Hallelujah. 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 Stotra, stotra, stotra. എത്ര വർഷമായി തട്ടിക്കളിക്കാൻ തുടങ്ങിയിട്ട്? They have been playing around with you for so many years. നീ എത്ര വർഷമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു? How many years have you been crying? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, Let me tell you in the Holy ഇനി Ghost, നിന്നെ തട്ടാൻ പറ്റില്ല. you cannot be thrown away anymore. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, I say in the Holy Ghost, നീ തട്ടി തട്ടി ഒരു പരിവമായി. you are in a situation, people are shaking you. നിന്റെ ശരീരത്തിന്റെ സകല അവയവങ്ങളിൽ തട്ടുകൊണ്ടിരിക്കുക. Every area of your body, they are pushing you. നിനക്ക് വാ തുറക്കാൻ പോലും You are not able കഴിയാതായിരിക്കുന്നു. to open your mouth. പരിശുദ്ധാത്മാവ് ദൂത് പറയട്ടെ, In the Holy Spirit, let me tell you, നിന്റെ ദൈവം ഇവിടെ വെളിപ്പെടുകയാ. your God is being revealed here. ഏലിയാവിന്റെ ദൈവം വെളിപ്പെട്ടു. God of Elijah is revealed here. ഏലിയാവിന്റെ വാക്ക് ദൈവം കേട്ടു. God heard the prayer of Elijah. ഏലിയാവിന്റെ വാക്ക് കേട്ടത് എപ്പോഴാണ്? You know when God heard the word of Elijah? ഇവന്റെ നേരെ എഴുന്നേറ്റ വ്യക്തികളെല്ലാം ചുറ്റും നിൽക്കുമ്പോൾ, When everybody against him were around him. അതിന്റെ മധ്യത്തിൽ ദൈവം ഇറങ്ങി. In the midst of that, God came. നിന്റെ ശത്രുക്കൾ ചുറ്റും നിൽക്കുകയല്ലേ? Are not your enemies around you? നീ പ്രശ്നത്തിന്റെ വലയത്തിന്റെ അകത്തല്ലേ? Are you not in the midst of some problem? ഇന്ന് രാത്രി പറയട്ടെ, Tonight, let me tell you, ശത്രുക്കൾ നിന്റെ ചുറ്റുമുണ്ടെങ്കിൽ if enemies are around you, നിനക്കൊരു അത്ഭുതം ഇന്ന് രാത്രി ഉറപ്പാ. tonight you are sure of a miracle. Hallelujah. 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 പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, Holy Spirit says again, ഏലിയാവിന്റെ ദൈവം വെളിപ്പെട്ടു. the God of Elijah was revealed. ശത്രുക്കൾക്ക് തടയാൻ കഴിഞ്ഞില്ല. Enemies cannot stop him. ശത്രുക്കൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു. The enemies are watching. ശത്രുക്കൾ നോക്കി നിൽക്കുമ്പോ തന്നെ Even as they are watching, ദൈവ ശബ്ദം മുഴങ്ങി. the name of God began to be sounded. യാഗവസ്തുവിൽ തീയിറങ്ങി. Fire came on the sacrifice. മണ്ണ് കത്തി. Even the soil was വിറക് burned. കത്തി. Oh, the wood was burned. വെള്ളം കത്തി. The water was burned. യാഗവസ്തു കത്തി. The sacrifice was burned. മൊത്തം കത്തി. Everything burned. ഇന്ന് രാത്രി മൊത്തം കത്തുകയാ. Tonight, everything is burning. ഇന്ന് രാത്രി മൊത്തം അഴികയാ. Everything is burning. Oh, oh, oh. Hallelujah. 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 അച്ചാരാജ രൂഢാമാല, അത്താമാല രൂഢാമാല, ഔഡാമാല രൂഢാമാല, അന്താമാല രൂഢാമാല, ഔഡാമാല രൂഢാമാല, അത്തച്ചാര രൂഢാമാല, ഔഡാമാല രൂഢാമാല. Jesus. Jesus. Oh. Hallelujah. Glory. Glory. Jesus, glory. Oh. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, Holy Spirit says very clearly, നിന്റെ ബന്ധനം കത്തി തുടങ്ങി. your bondage is burnt. നിന്റെ പ്രശ്നം അഴിഞ്ഞു തുടങ്ങി. Your problem is solved. നിന്റെ വീട് വിടുവിക്കപ്പെടാൻ പോകുകയാ. Your house is being received. നിന്റെ സഭ വിടുവിക്കപ്പെടാൻ പോകുകയാ. Your church is being നിന്റെ released. ദർശനം പുറത്തു വരാൻ പോകുകയാ. Your problem is released. ആത്മാവ് പറയുന്നു, Holy Spirit നിന്റെ says, ദൈവം പുറത്തെടുക്കാൻ പോകുകയാ. your God is going to take നിന്റെ you ദൈവം out. പുറത്തെടുക്കാൻ പോകുകയാ. ഊടാബാല ബാല ചൂടാബാല ബാബ. Oh. ഔചാര ചൂടാബാല ബാബ. ഓ ഊടാബാ ശോരബ. Oh. Hallelujah. ഞാൻ എന്റെ ശരീരത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല, അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക.
Something is happening tonight. രാത്രി ചിലത് നടന്നുകൊണ്ടിരിക്കുക. നന്ദി കർത്താവേ. വിശ്വസിച്ച് സ്തോത്രം പറ. നന്ദി കർത്താവേ. Hallelujah. ഞാൻ എൻ്റെ അകത്തറിയുകയാ. I know it in me. 5 കുടുംബങ്ങൾ ഇപ്പോൾ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞു. 5 families are being released. ഈ കുടുംബം ഇപ്പോൾ ഇതിനകത്തില്ല. Those families not here ഈ tonight. പ്രസംഗം ശ്രദ്ധിച്ച 5 കുടുംബങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുന്നു. 5 families listening to the message are being released. പരിശുദ്ധൻ ദൂത് വിളിച്ച് പറയുന്നു. Holy Spirit says how many? ഇതാ നീയും വിടുവിക്കപ്പെടുന്നു. 20. You are being released. ജയം ദൈവം തരാൻ പോകുകയാ. God is going to give you a release. ഇതാ ഈ പ്രസംഗം കേൾക്കുന്ന 5 കുടുംബങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുന്നു. 5 families, you are being released tonight. നീ വെറുതെ ഒന്ന് കേൾക്കാമെന്ന് പറഞ്ഞത് കാണും. Maybe you got in just wanting to listen to something. വെറുതെ ഒന്ന് കേൾക്കാമെന്ന് പറഞ്ഞത് കേൾക്കും. Maybe you just came to listen. നിന്റെ വിടുതൽ സംഭവിക്കും. Your release, deliverance is ആത്മാവിന്റെ ദൂതാ വിളിച്ച് പറയുന്നത്. This is the word of the ഈ Lord. വചന ശുശ്രൂഷയിൽ In this ministry of the 5 word, കുടുംബം ഇതിനകത്തില്ലാത്ത വിടുവിക്കപ്പെടാൻ 5 പോകുന്നു. families are released. ആത്മാവിന്റെ ദൂത് വിളിച്ച് പറയുന്നു. In the Holy Ghost I say, അത് ജസ്റ്റ് ഒന്ന് കേൾക്കുന്നതായിരിക്കും. it will be a dazzling sudden ജയം thing. നിനക്കുറപ്പാ. You can be sure of victory. Glory, glory, Jesus. Hallelujah. Praise the Lord. Praise the Lord. ആത്മാവിൽ ഞാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു. In the Holy Ghost I tell you. പരിശുദ്ധാത്മാവിനെ ശക്തമായി വിളിച്ചു പറയുന്നു. In the Holy Ghost I tell you. ദൈവം ഏലിയാവിനെ വിളിച്ചു പറഞ്ഞു. God told Elijah. ഈ പ്രശ്നത്തിന് പരിഹാരം ഞാൻ വരുത്തിയാൽ മാത്രമേ only if I bring a solution to the problem നിന്റെ തല ഉയരത്തുള്ളൂ. will your head be raised up. നിനക്കിനി എവിടെയെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ, if you want to pray anywhere, നിനക്കിനി എവിടെയെങ്കിലും ആലയം പണിയപ്പെടണമെങ്കിൽ, if you want to plant something നിനക്കിനി somewhere, എവിടെയെങ്കിലും ക്രൂസൈഡ് നടത്തണമെങ്കിൽ, oh you want to do a crusade somewhere, ഇവിടെ ഒരു അത്ഭുതം സംഭവിച്ചാലേ വരുന്നുള്ളൂ. oh a miracle has to happen here. ദൈവം ഏലിയാവിനെ വിളിച്ചു പറഞ്ഞു. God is telling Elijah, ഞാൻ നിനക്കായി പ്രവർത്തിക്കുന്ന ദൈവം, ഞാൻ നിനക്കായി പ്രവർത്തിക്കുന്ന ദൈവം, ഞാൻ നിനക്കായി അത്ഭുതം ചെയ്യുന്ന ദൈവം. പരിശുദ്ധൻ വ്യക്തമായി പറയുന്നു. ദൈവം വ്യക്തമായി പറയുന്നു. നീ ആരെന്ന് അറിഞ്ഞുകൊള്ളുക. നീ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കുക. നീ സ്വോത്രം പറഞ്ഞ് ചുമ്മാതല്ല, നീ ഹല്ലേലൂയ പറഞ്ഞ് ചുമ്മാതല്ല. ദൈവം തെരഞ്ഞെടുത്തത് തെളിയപ്പെടാൻ പോകുന്നു. ദൈവം തെളിയിക്കാൻ പോകുകയാ. ആനോ പറഞ്ഞു തെളിയിക്കാൻ പോകുകയാ, തെളിയിക്കാൻ പോകുകയാ, തെളിയിക്കാൻ പോകുകയാ, തെളിയിക്കാൻ പോകുകയാ, തെളിയിക്കാൻ പോകുകയാ. Praise the Lord. Praise the Lord. ദൈവാത്മാവിനെ ഞാൻ ശക്തമായി വിളിച്ചു പറയട്ടെ. In the Holy Spirit I say, ദൈവം ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. God listened to the prayer of Elijah. ഒരു കൂട്ടം മന്ത്രവാദികളുടെ ഇടയ്ക്ക് അവൻ മാത്രം പ്രാർത്ഥിക്കാം. Lord of sorcerers, one man of God. നിന്റെ വീട്ടിൽ എല്ലാം പ്രതികൂലമാണോ? Are you having problem in every area of your life? നിന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയാണോ? Are you isolated child of God? നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന രാത്രിയായിന്ന്. Tonight is the night when God listens to your prayer. നിനക്ക് വേണ്ടി സ്വർഗ്ഗം ചലിച്ചു കഴിഞ്ഞു. God has begun to move in the heavenly places. ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ. In the Holy Ghost I say, ദൈവം ഏലിയാവിനെ വിളിച്ചു പറഞ്ഞു. God told Elijah, ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, if I start working, എന്റെ പ്രവർത്തനത്തിന് വിരോധമായി പ്രവർത്തിച്ച ഒറ്റയാണത്തിന് നീ വിടരുത്. Amen. Any demon that has worked against me, you should not let them live. Glory. ഒറ്റ പിശാചിനെ വിടരുത്. അങ്ങറ്റമിരിക്കുന്ന സഹോദരൻ ഒന്ന് എഴുന്നേറ്റ് നിന്നട്ടെ. That brother sitting right behind. ആദ്യം തന്നെ Hallelujah. ഒറ്റയാണത്തിന് വിടരുത്. Don't miss a single one. Don't spare a single demon. Destroy them all in Jesus' name. അനേക ലീഡർഷിപ്പുകൾ നീ വഹിക്കാൻ പോവുക. Many leadership God is calling you. അനേക ഈ ഗാന ശുശ്രൂഷരാകുന്ന ഓരോ കാര്യാദികളെ ദൈവം നിന്നെ ചുമതലപ്പെടുത്താൻ പോകുന്നു. God is going to make you responsible for the ministry of worship. Many things. നീ അതിന്റെ താളമേളങ്ങളെല്ലാം നീയാണ് നോക്കേണ്ടത്. സ്തോത്രം. You have to look into the orchestration. Hallelujah. Glory. Hallelujah. സ്തോത്രം പറയടാ. Amen. ദൈവം അത്ഭുതം ചെയ്യുകയാണ്. God is doing miracles. ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു In പറയുന്നു. the Holy Ghost I say, ദൈവാത്മാവിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെട്ടു. the Holy Ghost work was manifested ദൈവം strongly. ഏലിയായോട് പറഞ്ഞു, God told Elijah, ഇനി നിന്റെ ടൈം. now your time. ദൈവം എങ്ങനെ പറഞ്ഞു? God said, ഒറ്റയാണം ചാടി പോകരുത്. nothing should die. Glory, glory, glory. പോരട്ടെ കിട്ടി. ഏലിയാ വിളിച്ചു പറഞ്ഞു. Elijah said, ന്യൂനപക്ഷമായിരുന്ന ഏലിയാവ്, Elijah who was a minority, ദൈവത്തിന്റെ തീ വെളിപ്പെട്ടപ്പോൾ when the fire of God was manifested, അവൻ ഭൂരിപക്ഷമായി. he became a majority. Yep. Hallelujah. Amen. Amen.
Amen. നീ അന്ന് സ്വോത്രം പറഞ്ഞപ്പോ നിനക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത് സംഭവിക്കുമെന്ന്. When you said stotram, you did not know it will happen. അന്ന് സ്നാനപ്പെട്ടപ്പോ അറിഞ്ഞുകൂടായിരുന്നു ആ പുള്ളിക്കാരൻ സ്നാനപ്പെടുമെന്ന്. You never thought he would baptize when you were baptized. Hallelujah. Hallelujah. കട്ടം സഹിക്കുന്നയോ ഇതിലെ. You have to go through a little suffering, child of God. നിനക്ക് കൊയ്യാം എല്ലാം. Oh, you can harvest. Glory. Aha. സ്വോത്രം. Stotram. ഞാനും ആത്മാർത്ഥമായി. Praise the Lord. Praise the Lord. Yes. Praise the Lord. Yes. അറിയാൻ പറ്റുന്നുണ്ട്. ഒരു ഭയങ്കര ഉന്മേഷാട്ടോ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഭയങ്കര വിടുതല ഇന്ന് രാത്രി. ഒരു പുതിയ അഭിഷേകമാ ദൈവം ഇതിലെ. ഹല്ലേലൂയ. 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 നേരത്തെ എനിക്ക് ഒരു വാക്കുപോലും പറയാൻ പറ്റത്തില്ലായിരുന്നു. You know, it was very difficult moment to preach this. ദൈവശക്തി എന്റെ മേൽ ഇറങ്ങി. The power of God came on me. എന്റെ മേൽ ഇറങ്ങുമ്പോൾ കേൾക്കുന്നത് നിങ്ങളുടെ മേൽ ഇറങ്ങുന്നു. And then it comes on you. ഇത് ആർക്കും അടക്കിക്കാൻ പറ്റില്ല ഇവിടെ. Nobody can sit quiet. ആരെങ്കിലും അടപ്പിട്ട് കഴിഞ്ഞാൽ അടപ്പെട്ട വ്യക്തി ഇതിന്റെ അകത്ത് ആരാധിക്കും. Anybody will stop. He will start worshiping here. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നിങ്ങൾ അനേക അടപ്പുകൾ തുറക്കാൻ പോവുക. Hallelujah. Glory, glory, glory. Glory. Praise the Lord. Praise the Lord. യേശുവിനെ ആരാധിക്കുന്ന മക്കളാണ് നമ്മൾ. We are those who worship Jesus. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. He is working for us. പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ. In the Holy Ghost I say. ഏലിയാവിനോട് ദൈവം പറഞ്ഞു. God told Elijah. ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. I have worked. ഇനി ഒറ്റയെണ്ണം പ്രവർത്തിക്കത്തില്ല ഇവിടെ. Nobody else will work here. നിന്റെ കരം മാത്രം ബലപ്പെടും. Only your hand will be strengthened. ഒരു കാലത്ത് എത്ര കരങ്ങൾ ബലപ്പെട്ടു. At one time so many hands were strengthened. ആ കരമെല്ലാം ദൈവം താഴ്ത്തി. God has brought down all those hands. ഒരിക്കലും ഉയരുകയില്ലെന്ന് പറഞ്ഞ ഏലിയാവിന്റെ കരം മാത്രം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നു. Elijah is lifted up, who they said will never be risen. ഈ ദൂത് തൊട്ടവർ ഹല്ലേലൂയ. Touch this word. Hallelujah. ഈ ദൂത് എന്നോടായിരുന്നു എന്നുള്ളവർ ഹല്ലേലൂയ. Hallelujah. ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ. In the Holy Ghost, let me tell you. നിന്റെ കരം ഉയരാൻ സമയമായി. Time for your hand to be raised. നിന്റെ കരം ഉയരുവാൻ വേണ്ടിയാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. That is why God brought me here. നിന്റെ കരം ഉയരാൻ വേണ്ടിയാ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. For your hand to be brought. God brought you here. നിന്റെ കരത്തിലൂടെയാണ് അത്ഭുതങ്ങൾ നടക്കേണ്ടത്. It is through your hand. നിന്റെ നാവിലൂടെയാണ് പീഡനം നടക്കേണ്ടത്. It is through you miracles will take place. നീ ഒരു അത്ഭുത മനുഷ്യനായി മാറാൻ പോകുന്നു. You are going to be a miracle man. നിന്നിലൂടെ അസാധാരണ വീര്യപ്രവൃത്തികൾ ദൈവം ചെയ്യാൻ പോകുകയാണ്. God is going to do amazing things through you and me. പരിശുദ്ധാത്മാവ് ദൂത് പറയട്ടെ. Holy Spirit says. നിന്നെ ദൈവം കണ്ടിരിക്കുകയാ. God has seen you. ശുശ്രൂഷയ്ക്ക് വേണ്ടി. For the ആ ministry. പ്രവൃത്തി ചെയ്യാൻ വേണ്ടി. To do the work. ആ കാര്യത്തിന് വേണ്ടി. To do the thing. ദൈവം നിന്നെ കണ്ടിരിക്കുക. God has found you. നിന്നെ ഒതുക്കാൻ പറ്റില്ല. You cannot be pushed down. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. Sotram. ദൈവം ഏലിയാനോട് പറഞ്ഞു. God told Elijah. എല്ലാം പിടിക്കാൻ പറഞ്ഞു. എല്ലാം പിടിക്കാൻ പറഞ്ഞു. Catch them all. കീശോൻ തോട്ടിന്റെ കരയിൽ അങ്ങോട്ട് ചെന്നു. He brought them to the brook of Kishon. ഗ്ലോറി പറ. Glory. Hallelujah. ഓർന്നേർന്നാട്ട് കൊണ്ട് കൊടുക്കുകയാ. Hallelujah. സ്തോത്രം പറ. Sotram. ഏലിയ ഓർന്നോട്ട് വെട്ടാൻ തുടങ്ങി. He began to kill one by one. നമുക്കിപ്പോ വെട്ടുന്ന ശുശ്രൂഷയല്ല. Now we have the killing ministry. നമുക്ക് മുക്കുന്ന ശുശ്രൂഷയാ. We have the baptism sisters. Glory. Praise the Lord. Hallelujah. ദൈവദാസന്മാരെ, Men of God. അനേകരെ മുക്കാൻ ഒരുങ്ങിക്കോ. അത് പ്രവചനമാ. Get ready to baptize many. Amen. 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 ഏറ്റവും പരിശുദ്ധാത്മാവ് ദൂത പറയുന്നത്. Holy Spirit is saying. നിന്ന മുഖ്യ സ്ഥലത്ത്. Where you were drowned or baptized. നീ പൊങ്ങി കഴിഞ്ഞു. You have already got up. നിന്ന മുഖ്യ വ്യക്തികൾ. Those who baptized you. ആത്മാവ് ഞാൻ കാണുന്നു. I seen the Holy Ghost. താണുകൊണ്ടിരിക്കുന്നു. They are going down. നീ അവരെ പൊക്കിയെടുക്കണം. You have to go and pick them up. പോട്ടെന്ന് പറയരുത്. Sotram. Praise the Lord. Sotram. പോട്ടെന്ന് പറയരുത്. Amen. Don't say you're defeated. No. അവരെ അറിവില്ലായ്മ കൊണ്ടാണ് നിന്നെ താഴ്ത്തിയത്. They try to push you down because of their ignorance. അവരുടെ വൈരാഗ്യം കൊണ്ട് നിന്നെ എതിർത്തത്. Because of their foolishness they were against you. നമ്മൾ അങ്ങനെയല്ല ദൈവം ചെയ്യാൻ പോകുന്നത്. That is not the way God is going to do. നിന്നിലൂടെയാണ് അവരുടെ ഉയർച്ച. It is through you that they have to lift up. Amen. നിന്നിലൂടെയാണ് അവരുടെ രക്ഷ. It is through you that they will be lifted up. ആത്മാവ് വ്യക്തമായി പറയുന്നു. The Spirit says. നിന്നിലൂടെ അവിടെ വരെ പ്രവൃത്തി നടക്കും.
through you a work will be done through you, to them. ഏലിയോട് ദൈവം പറഞ്ഞു, God said, എല്ലാം വെട്ടിയോ? have you destroyed everything? എല്ലാം തീർന്നോ? Is everything over? ഏലിയ എല്ലാം ചെയ്ത് തീർത്തു. സ്തോത്രം. After everything Elijah has done, അവൻ മുകളിലോട്ട് നോക്കി, he looked up. കർത്താവേ, Lord, നീ ചെയ്ത അത്ഭുതം, Lord, your miracle is great. ഞാൻ ഒറ്റയ്ക്കൊരുത്തൻ, I am alone. ഞാൻ വിചാരിച്ചതല്ല I didn't think of it like this, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. that things would work like this. Amen, amen, amen. എളിയവനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന നാമം. Hallelujah. God who lifts humble people from dust. ഈ പ്രസംഗിക്കുന്ന ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. The one who I preach, I've learned only up to grade 10. ബൈബിൾ കോളേജിൽ 2.5 വർഷമേ പഠിച്ചിട്ടുള്ളൂ. Studied in a Bible college only for 2 years. കർത്താവിന്റെ മുമ്പിൽ മുട്ടുമടക്കിപ്പിച്ച് കർത്താവ് എന്നെ പഠിപ്പിച്ചു. God made me to kneel down before him. He taught me. ഞാനിവിടെ പ്രസംഗിച്ച ഒട്ടുമുക്കാൽ ദൂതുകളും 90% of the messages that came tonight, ഉപവാസ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ when I would sit in fasting prayer, ദൈവം തരുന്ന ദൂതുകളാണ് ഞാൻ പ്രസംഗിച്ചത്. the word God gave me, I preached. Oh Lord. ഞാനത് തുടങ്ങുമ്പോൾ When I start that, അപ്പൻ കരുണ കാണിച്ച് the Father showed me mercy. നിങ്ങളോടുള്ള വിഷയത്തോടുള്ള ദൂതുകൾ ദൈവം എനിക്ക് തരുന്നു. God began to give me word which is for you and me. Hallelujah. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. This is the way I preach. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, In the Holy Ghost I say, നിങ്ങൾക്കൊരു ജയം വന്നിരിക്കുന്നു. a victory has come. ഞാൻ കൃത്യമായി പറയുന്നു, I tell you very clearly, നിങ്ങൾക്ക് ജയം കർത്താവ് തന്നു കഴിഞ്ഞു. God has given you victory. ഏലിയാവിന്റെ തല ഉയർത്തി ദൈവം. God who lifted up the head of Elijah. ഒരു കാലത്ത് അനേക തലകൾ ഉയർന്നു നിന്നു. At one time many heads were up. ഏലിയാവിന്റെ ദൈവം പറഞ്ഞു, നീ വെറുതെ കിടന്ന് പ്രാർത്ഥിക്കാതെ He told Elijah, don't just keep on praying. എന്ന് പലരും പറഞ്ഞിരിക്കാം. Maybe many people would have എന്റെ told you. ദൈവം പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞേക്കാം. Maybe your God is not working ദൈവം this. ഏലിയാവിന്റെ പറഞ്ഞു, God told Elijah, നീ അവിടെ ഉറച്ചു നിൽക്കേ, you start praying. ഞാൻ നിനക്കായി പ്രവർത്തിക്കും. I will work for you. Amen. ഇപ്പോൾ ഏലിയാവിന്റെ തല മാത്രം പൊങ്ങി. Now only Elijah's head is up. നിന്റെ തല പൊങ്ങാൻ പോകുക. Your head is going to go up. നിന്റെ തല ഉയരാൻ പോകുകയാ. Your head is going to go up. ഇന്ന് ഉയർന്നിരിക്കുകയാ. Even now it's lifted up. അത് ഉയരുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? How many people are? Yes. Yes. എത്ര പേർ വിശ്വസിക്കുന്നു? How many people believe? ആ ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാ. God is going to do miracles. ഇന്ന് രാത്രി അത് നടക്കാൻ പോകുകയാ. Tonight it has started. ഏലിയാവിന്റെ ശത്രുക്കൾ കംപ്ലീറ്റ് തീർന്നു. All the enemies of Elijah finished. ഏലിയാവിന്റെ ദൈവം ഏലിയാവിനെ വെളിപ്പെട്ട് കഴിഞ്ഞു. God of Elijah has been revealed to Elijah. ഏലിയാവിനെ ദൈവം തെരഞ്ഞെടുത്തു ഏലിയാവിന് മനസ്സിലായി. God understood. Elijah understood he was chosen by God. പ്രശ്നത്തിന്റെ നടുവിൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് ഏലിയാവിന് നന്നായി മനസ്സിലായി. Elijah understood if you pray in the midst of your problem, God will hear. അവനൊരു കാര്യം തീരുമാനിച്ചു. One thing he decided. എത്ര വലിയ പ്രശ്നമായാലും ശരി, whatever the problem is, എന്റെ ദൈവം ഇറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായി. I know my God will come out. ഈ ഉറപ്പ് പ്രാപിച്ചവർ എഴുന്നേറ്റാട്ടെ. Those who are sure of this, please ഈ stand up. ഉറപ്പ് പ്രാപിച്ചവർ എഴുന്നേറ്റാട്ടെ. Have you got the assurance? Please stand up. നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ We പോകുകയാണ്. are going to worship the Lord. നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു. We are going to worship the Lord. യേശുക്രിസ്തു ഉയർത്തി ജീവിക്കുകയാണ്. Oh, Jesus is risen and alive. പരലോകത്തിൽ ജീവിക്കുന്നു. He is living at the right hand side of the അവൻ Father. നമ്മുടെ മധ്യത്തിലുണ്ട്. He is in our midst. Hallelujah. Yes, they are ready. അവൻ നമുക്കായി പ്രവർത്തിക്കാൻ പോകുന്നു. He is going to work for us. പലരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. Pastor? പലരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, Many people said like this. നിന്റെ ദൈവം നിനക്കെതിരാണ്. Your God is against you. എങ്കിൽ പിന്നെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാത്തതിന്റെ കാരണം എന്ത്? Then why isn't he working for you? ദൈവം അവനോട് പറഞ്ഞു, God told him, നിനക്കാ ഞാൻ പ്രവർത്തിക്കും. I pray for you. പ്രവൃത്തി വെളിപ്പെട്ടപ്പോ When the work was manifested, ഏലിയ ഉയരത്തിലേക്ക് നോക്കി പറഞ്ഞു, Elijah looked up. നീ എന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. Oh Lord, you save me. നീ എന്നെ വിടുവിക്കുന്ന ദൈവമാണ്. You're a God who delivers me. Hallelujah. നിന്റെ കര ഞാൻ കണ്ടിരിക്കുകയാണ്. I've seen your hand, says the Lord. ഇന്ന് രാത്രി നിനക്കായി കർത്താവ് പ്രവർത്തിച്ചിരിക്കുകയാണ്. Tonight God has worked for you. ഇന്ന് രാത്രി നീ അത്ഭുതത്തിന്റെ രാത്രിയായി നിനക്ക് മാറിയിരിക്കുകയാണ്. Tonight is a night of miracles. ഇത് നിനക്ക് മറക്കാൻ പറ്റില്ല. You cannot forget tonight. നീ എങ്ങനെ മറക്കാൻ നോക്കിയാലും പറ്റില്ല. However much you try to shake off your memory, it won't happen. കാരണം നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയത്തിന് മറുപടിയാണ്. Because there is a response for what you have been praying all these days. എല്ലാ മുട്ടും മടങ്ങും,
എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് 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 പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാ ഞാനെന്നും ശക്തരല്ലയോ? ചെങ്കടലിലും വഴി തുറപ്പാ ഞാനെന്നു ശക്തനല്ലയോ? കരുതുന്നവേ ഞാനല്ലയോ? കലങ്ങുന്നതെന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഓ കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്റെ മകത്തോ കാണുക നീ, എന്റെ കയ്യിൽ താരിക നിന്നെ. എന്റെ മകത്തോ കാണുക നീ, എന്റെ കയ്യിൽ താരിക നിന്നെ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിയിടും ധരയിൽ. എന്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു. ഓ കരുതുന്നവേ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ? കരുതിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. മകത്തോ രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കോ നിന്നെ ഞാൻ ആയുസിനാളല്ല നന്ദിയോടടി വണങ്ങോ. ഓ സ്തുതിക്കോ നിന്നെ ഞാൻ ആയുസിനാളല്ല നന്ദിയോടടി വണങ്ങോ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ശുദ്ധനായി തച്ചാങ്കിനെ ശുദ്ധരക്തത്താൽ ജയം പാടിയിടും. ആമേൻ. മകത്തോ രക്ഷക സ്തുതി നിനക്കെന്നോ ചേറ്റിൽ നിന്നെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കോ നിന്നെ ഞാൻ ആയുസിനാളല്ല നന്ദിയോടടി വണങ്ങും. ആമേൻ. സ്തുതിക്കോ നിന്നെ ഞാൻ ആയുസിനാളല്ല നന്ദിയോടടി വണങ്ങും. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ഭാഗ്യം കണ്ടപ്പോ നിത്യമാ സന്തോഷം പ്രാപിക്കോ വന്നു ഞാൻ. എൻ ശത്രുവിനതോ എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടോ സാനന്ദം പാടിടോ ശ്രീയേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിടോ സാനന്ദം പാടിടോ ശ്രീയേശുരാജൻ മുൻപാകെ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ശുദ്ധനായി തീർന്നു തച്ചാങ്കിനെ ശുദ്ധരക്തത്താൽ ജയം പാടിയിടും. ഓ മകത്തോ രക്ഷക സ്തുതി നിനക്കെന്നോ ചേറ്റിൽ നിന്നെ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കോ നിന്നെ ഞാൻ ആയുസിനാളല്ല നന്ദിയോടടി വണങ്ങും. ആമേൻ. സ്തുതിക്കോ നിന്നെ ഞാൻ ആയുസിനാളല്ല നന്ദിയോടടി വണങ്ങും. ആമേൻ. സ്തുതിക്കോ നിന്നെ ഘോഷിക്കോ ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധിനായി. ഓലമിക്കോ നിശ്ചയം എൻ വിരോധനിക്ക് ശത്രുക്കളാരെ കൊണ്ടുപോകയില്ല. പ്രാപിക്കോ അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു ദൂതന്മാരുടെ മധ്യത്തിൽ. ഓ പ്രാപിക്കോ അന്നു ഞാൻ രാജൻ കയ്യിൽ
The Holy Spirit says again, നിനക്കൊരിക്കലും എഴുന്നേൽക്കുവാൻ കഴിയത്തില്ലായിരുന്നു എന്നാണ് നിനക്ക് തോന്നിയ പ്രശ്നങ്ങൾ. Problems which made you to say that you could never get up. നീ വിചാരിച്ചു ഞാൻ ഇതോടെ തീർന്നെന്ന്. You thought this is your end. ദൈവത്തിന്റെ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു. In the Holy Spirit I say, ദൈവം തുടങ്ങി കഴിഞ്ഞു. God has started. ദൈവം തുടങ്ങി കഴിഞ്ഞു. God has started. Oh, hallelujah. Amen, amen. Glory. ദൈവം തുടങ്ങി കഴിഞ്ഞു. God has started. പരിശുദ്ധൻ ദൂത് പറയുന്നു. The Holy Spirit says, ദൈവം തുടങ്ങി കഴിഞ്ഞു. God has started. അങ്ങനെയെങ്കിൽ, if so, നമ്മുടെ എല്ലാ കരങ്ങളും ദൈവത്തിന് ഉയർത്തിപ്പിടിച്ചു. All the hands go up. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തോ നൽകും ഞാനിനി. Glory. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്, പകരം എന്തോ ഞാനിനി. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. എല്ലാ കരങ്ങളെ താത്തിയിട്ടാണ്. Let all the hands come down. ആരെങ്കിലും സ്നാനപ്പെടാത്ത ഇതിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, There's somebody here who has not been baptized. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, Somebody here who has not accepted Jesus as the Lord of your life. ഇന്ന് രാത്രി ദൈവസ്നേഹത്തെ ഞാൻ നിങ്ങളോട് ദൂത് വിളിച്ച് പറയും. Tonight, in the love of God, let me tell you this in the Holy Ghost. യേശു ഇന്ന് രാത്രി വന്നാൽ, If Jesus comes tonight, നീ നഷ്ടപ്പെട്ടു പോകും. you may be lost. നിനക്കത് വരരുത്. It should not happen to you. യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, somebody here who has not accepted Jesus as the Lord of your life. ആരെങ്കിലും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്ത് നിൽക്കുന്നുവെങ്കിൽ, Somebody who has not decided to be baptized. എന്നെ സമർപ്പിക്കുന്നു എന്ന് ആരെങ്കിലും തീരുമാനിക്കുന്നുവെങ്കിൽ, If you decide that you are going to commit yourself, അവരെ കരം ഉയർത്തി പിടിക്കാൻ ഞാൻ അവർക്കായി I request you humbly lift your hands up.
ദൈവ സാന്നിധ്യം ആ പ്രിയ മകന്റെ മേൽ വെളിപ്പെടട്ടെ. May the presence of God be upon those two people. ആ കരം താഴ്ത്തിയിട്ടാട്ടെ. Put down your hands. ഇനി ആരെങ്കിലും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? Anybody who desire to be baptized. ഞാനത് ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു. Anybody else more than these two people? I give myself for that. നിങ്ങൾക്ക് ദൈവം തരുന്ന നല്ല സമയമാണത്. God is giving you a wonderful time. Thank you, Jesus. നിരാത്രിയിൽ Amen. Tonight. പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇടപെട്ട രാത്രിയാണ്. Tonight is a night Holy Spirit has very strongly has dealt with us. നിങ്ങൾ വീട്ടിൽ പോകുമ്പോഴേ പറഞ്ഞുകൊണ്ട് പോകണം. When you go home, please open your mouth and say, എലിയാവിന്റെ ദൈവം എനിക്കും അത്ഭുതം ചെയ്തു. Elijah's God, Father of Jesus, will do great things for me. ഞാൻ എൻ്റെ വീട്ടിൽ കാണും. I'll be at my home. എൻ്റെ ഓഫീസിൽ കാണും. I'll be in my office. എൻ്റെ ജീവിതത്തിൽ ഞാനത് കാണും. In my life, I will see that. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ പോകണം. You should go by saying it. ഗിദെയോനോട് ദൈവം പറഞ്ഞു, God told Gideon, ഈ ബലത്തോടെ പോകാം. go with strength. ഈ ബലത്തോടെ പോകാം. Go with strength. ഗിദെയോൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, God said like this, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ത്? if God is with me, who can be against me? ദൈവം അവനോട് പറഞ്ഞു വിട്ടു, God told Gideon, ഇനി നീ പെക്കോ. now you go. ആ വചനം ഞാൻ പറയുന്നു. I say that word. ഇത് ദൈവം നമുക്ക് തന്ന രാത്രി. The night God has given to us. ഇത് ദൈവം നമുക്കായി വേർതിരിച്ച രാത്രി. God had separated this night for us. ഇന്ന് നാം സന്തോഷിക്കുക. Tonight, let's rejoice. ഇന്ന് നാം ആനന്ദിക്കുക. Let's be happy. ദൈവം നമുക്ക് സന്തോഷം തന്നിരിക്കുന്നു. God give us joy. He has given us joy. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. God bless each one of you. ഈ അമേരിക്കയിലേക്ക് വരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യമൊരുക്കി. God gave me an opportunity to come to America. ഈ സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങൾ ദൈവവചനം പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. God gave me an opportunity to preach in this place. എന്നെ ഇവിടെ ക്ഷണിച്ച കർത്തൃദാസൻ നന്ദി ഞാൻ അറിയിക്കുകയാണ്. Thank God for the man of God who invited me. കുടുംബത്തോടും കുഞ്ഞുങ്ങളോട് ഞാൻ കടമപ്പെട്ടവനാണ്. For the family and the children I am indebted. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. God bless this church. എന്നോട് കാണിച്ച എല്ലാ സ്നേഹ സൽക്കാരങ്ങൾക്കും ദൈവം നിങ്ങൾക്ക് നല്ല അളവുകൾ നൽകി സഹായിക്കട്ടെ. May God give you richly for all that He has done for you. എന്നോട് പലരും ആമേൻ വളരെ സ്നേഹത്തോടും വളരെ കരുതലുകൾ എന്നോട് കാണിക്കുവാനിടയായി തീർന്നു. Many of you showed me a lot of love and concern. കർത്താവ് നിങ്ങൾ എല്ലാവരും God അനുഗ്രഹിക്കുമാറാകട്ടെ. bless you mightily. എന്നെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. Pray for me, my family and my children. ഞാൻ ഈ മാസം 19-ാം തീയതി നാട്ടിലേക്ക് മടങ്ങി പോകുക. Now on 19th I go back to India. ദൈവത്തിന്റെ പ്രവൃത്തി പിന്നെയും വെളിപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. Pray that God will manifest His glory through me. അതെ, നാളെ ഞാൻ ബോസ്റ്റണിലേക്ക് കടന്നു പോകുക. Tomorrow morning I go to Boston. ഞാൻ എല്ലാ ബുധനാഴ്ചയും സൂസൻ ദേവദാസിയുടെ അവർ നടത്തപ്പെടുന്ന പ്രയർ ലൈനിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. I preach every Wednesday evening at 10 o'clock our time in Sister Susan's prayer line. അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ശ്രദ്ധിക്കാവുന്നതാണ്. You can listen to messages which God gives me. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. May God bless each one of ഈ you. സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. May God bless this church. കർത്താവ് സഹായിച്ചാൽ If the Lord allows, നമ്മൾ പിന്നെയും കണ്ടുമുട്ടും. we will meet again. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ May God bless each one of you. എന്ന വാക്കുകൂടി ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. God bless you. Hallelujah.